ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. ചേട്ടാ, വണ്ടി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് പോയാൽ മതി, വെറുതെ റിസ്ക് എടുക്കണ്ട. കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ചു നേരമായിട്ട് അത് കത്തുന്നുണ്ട്. അതെ, അതൊരു പെട്രോൾ പമ്പാന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ചോദിച്ചു നോക്കിയാലോ. എടാ, ഒരു ചായക്കടയും കിട്ടും. വർക്ക്ഷോപ്പ് ഇരിക്കാം. അത് പക്കത്തില് அவன் ஒர்க்ஷாப்பில் பையன்தான். டே மணி, என்னண்ணே ஒர்க் ஷாப்பை மூட்டியா? அர்ஜென்ட் வேலை ஏதாவது இருக்கா? நம்ம முதலாளியோட ஃப்ரெண்டோட கார் ஒன்று ரிப்பேர் ஆயிடுச்சு, அது சரி பண்ணிட்டு இருக்காங்க. அண்ணே, இந்த பையனை கூட்டு போங்க, எல்லா வண்டியும் சரி பண்ணிடுவாங்க. சரியா? என்னடா சார், கொஞ்சம் காலேஜ் ஸ்டூடெண்ட்ஸு கேரளாவிலேருந்து டூர் வந்த வண்டிக்கு என்னமோ கம்ப்ளைண்ட்டா, வழியில் என்கிட்ட கேட்டாங்க, அதான் கூட்டிகிட்டு வந்தேன் சார். டைம் என்னாச்சுன்னு பாருடா. இது முடிச்சுட்டு வீட்டுக்கு போகண்டாமா? ആളില്ലാന്ന് சொல்லு. 2 പേര് തന്നെ ഇറക്കാங்க. നമ്മുടെ നാട്ടുകാരല്ലേ ജോസേട്ടാ, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റാണ് ചെയ്തു കൊടുക്കുക. അതല്ല പ്രശ്നം. ഈ ടൈമിൽ പാർട്സ് കിട്ടുന്ന സേലത്ത് പോയി കട തുറപ്പിക്കണം. നേരം വെളുക്കുന്നേ. എന്തായാലും ഒരു വഴി കിടക്കുന്നതിനേക്കാളും നല്ലല്ല ചേട്ടാ. തമ്പി, அந்த பஸ் கொஞ்சம் செக் பண்ணப்பா. അതെ, ആ വണ്ടിയുടെ ആക്സിലേറ്ററിന്റെ സെൻസർ കംപ്ലൈന്റാ. ഞാൻ ഒന്ന് പോയി കിട്ടുമോ നോക്കിയിട്ട് വരാം. ആ പിള്ളേരെ കുറച്ചു നേരം ഒന്ന് ഇവിടെ ഇരുത്തിക്കോട്ടെ, കുഴപ്പമില്ല. ഓ, അതിനെന്താ, ഒരു കുഴപ്പമില്ല. വാ വാ കയറോ. മുരുക, വേറെ ഏതാவது വേണമോ? നിങ്ങളൊക്കെ സ്ഥലം എവിടെയാണ്? ഞാൻ തലശ്ശേരിയാണ്. ഓ, എനിക്കറിയാം, ഞാൻ വന്നിട്ടുണ്ട് അവിടെയൊക്കെ. നിങ്ങൾ ചെന്നൈയിൽ സ്റ്റഡി ടൂർ പോയതാണോ? ഈ ടൂറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഏകദേശം 1 വർഷത്തെ കഥയെങ്കിലും പറയാനുണ്ടാവും. ഇപ്പൊ ഏതായാലും എൻ്റെ വണ്ടിയോട് പണയാൻ കൊടുത്തേക്കാണ്. അപ്പൊ അത് കിട്ടുന്നവരെ വേണമെങ്കിൽ കഥ കേട്ടിരിക്കാം. എങ്കിൽ പിന്നെ നടന്നത് ആദ്യം തൊട്ട് പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനായിരുന്നു ആദ്യം തുടങ്ങിയത്. അന്ന് കോളേജ് ചേരാൻ പുറപ്പെടാൻ തുടങ്ങിയ ദിവസം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളായിരുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളെ. സമയം കളയാനില്ല. കരിമരുന്ന് കത്തി തുടങ്ങിയ പണി തുടങ്ങണം. ഓവർ. വഴി തെറ്റിയോ? ഹലോ ഹലോ ഹലോ, ഒറ്റ മിനിറ്റ്. ഈ മുമ്പിൽ മൊത്തം ബ്ലോക്ക് ആണോ? പ്രദക്ഷിണം പോവാണ്. ആ, വഴിയുണ്ട, അതുവഴി പോയ ബ്ലോക്കാവില്ല. ശരി, എടാ റൈറ്റ് എടുത്തോ. മുത്തപ്പം കൊണ്ടൊന്നും തരണ. ഇനിയും വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ കണ്ണാ. അശനെ, അന്ന് എറിച്ചപ്പെട്ട അടി കിടന്നപ്പോഴേ ഒരു തള്ളക്കായിക്കോട്ട് ചവിട്ടി. ഞാൻ കണ്ട് അശനെ പണി നടത്തിയാണ്. ചില്ലറയൊക്കെ മാറ്റി വലിയ നോട്ടാക്കണ്ടേ? പോകുന്ന വഴിക്ക് തമ്പിയുടെ നോട്ട് മാറാം. പക്ഷെ നമ്മുടെ ഈ വാപോയ കട്ടർ മാറ്റിയില്ലെങ്കിലേ നേർച്ചപ്പെട്ടി പോയിട്ട് കോഴിക്കാട്ടം പോലും കട്ട് ചെയ്യാൻ പറ്റില്ല. അശനെ, അതാണ്
ടൂൾസൊക്കെ മാറ്റി പുതിയതാക്കാം. നമ്മുടെ വടപ്പുറം പള്ളിപ്പെരുന്നാൾ കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. നീ ആ ഫോർച്യൂണിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആരോടായിരുന്നുടാ? ഏതൊരുത്തൻ വഴി ചോദിച്ചാണ്, അത് കാരണം ഇതും കൂടെ കിട്ടി. കണ്ണം പൊളിച്ച് ചൈനയിലല്ല ചൈനയിൽ നിന്ന് അമ്മ വെക്കൂല. പരിഷ്കാര കൊച്ചമേലുള്ള ഹായ് സൂര്യ മാറ്റല്ലേ പ്ലീസ്. എന്താ സജു? സാജു അല്ലടി, ഞാനാ നിന്റെ മറ്റവൻ. ഫിലിപ്പ് ഇറങ്ങിയോ? ദേ ഇപ്പൊ ഇറങ്ങാൻ പോന്നു. അല്ലേ നിങ്ങളുടെ ഫോൺ എന്തിയേ? ആ അത് പറയാനാ വിളിച്ച. നീ ആ ഫോണൊന്ന് ഫിലിപ്പിന് കൊടുത്തേ. ഹലോ അളിയാ, എന്റെ ഫോൺ കുറച്ചു മുമ്പേ വണ്ടിയിൽ നിന്ന് ആരോ അടിച്ചോണ്ട് പോയി. അതെ. പോകുന്ന വഴിക്ക് ഒരു പള്ളി പ്രദർശനം ഉണ്ടായിരുന്നു. വഴി ചോദിക്കാൻ വേണ്ടി ക്ലാസ് കാത്തതാ. മടിയിലിരുന്ന ഫോൺ പിന്നെ കണ്ടിട്ടില്ല. അപ്പാവന്മാർ തന്നെ ആയിരിക്കും. അതെല്ലാം റെഡി അമ്മേ. അളിയനെപ്പോ എത്തും? ഇവരെ കോളേജ് കൊണ്ടാക്കാൻ ഞാൻ പോണോ? വേണ്ട, ഞാൻ വെളുപ്പിനകത്തും. അവരുടെ 7 മണിക്ക് പോവാൻ റെഡിയായിരിക്കാൻ പറഞ്ഞേക്ക്. ഓ ശരി. റെഡിയല്ലേ? നീ വല്ല കഴിച്ചായിരുന്നോ? അവൻ കഴിച്ചപ്പോഴേ റെഡി. നീയല്ലേ ലേറ്റ് ആയേ? വർക്ക് തീരണ്ടേ? എപ്പോ തൊട്ട് ready ആയിരിക്കാ? പുസ്തകം റെഡിയല്ലേ? എടാ ബാഗ് എടുത്തു വെച്ചേ. ഒരു കാര്യം ഏറ്റ കറക്റ്റായിട്ട് ചെയ്യണം. എന്റെ മുത്തേ, ഒന്ന് നിർത്തുന്നേ. നിർത്താൻ. അവനെ പഠിപ്പിക്കാനോ കൊണ്ടുവന്നു, ദഹിപ്പിക്കാനൊന്നുമല്ല. വാടാ, വാടാ. ഒക്കെ തള്ളയുടെ നമ്പറാ. ശരി അച്ഛൻ പോയി സീരിയലുണ്ടേ. ചെല്ല്. അച്ഛനെ മറ്റേ ഐറ്റം കൊടുത്താ. ഓ മറന്നു. ആ മുത്തത് വെച്ചോ. അയ്യോ എനിക്കെന്തിനാ ചെറിയ ചെപ്പ് ഇതൊക്കെ? ഞങ്ങളുടെ ഗിഫ്റ്റാണ്. വലിയ പണക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന കോളേജാ അത്. അവിടെ നമ്മൾ തീരെ മോശക്കാരാവാൻ പാടില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഓൺ ചെയ്ത് ഗെയിം കളിച്ചോ. ഒരൊറ്റ കാര്യം, പിന്നെ ഏതെങ്കിലും കടയിൽ കൊടുത്ത് സിം കാർഡ് ഊരി മാറ്റിയിട്ട് വേണം കളിക്കാൻ. ഞങ്ങളത് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയതുമില്ല, ഒട്ട് അറിയത്തുമില്ല. നാളെ കോടതിയിൽ ഒരു കേസുണ്ട് മുത്തേ. ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയത്. വണ്ടി വന്ന് കിടപ്പുണ്ടല്ലോ. മുത്ത് ബസ് ഇറങ്ങുമ്പോൾ അവിടെ സൂപ്പറിൻ എന്ന് പേരായ എൻ്റെ ഒരു ശിഷ്യൻ വരും. അവൻ്റെ ഒപ്പം ചെന്ന് അവിടുത്തെ ഫാഷൻ അനുസരിച്ചുള്ള കുറച്ച് സാധനങ്ങൾ ഉടുപ്പൊക്കെ വാങ്ങിച്ചോളൂ. ആ പിന്നെ തൽക്കാലം ഇത് വെച്ചോ. ചെറിയച്ഛൻ ഞാൻ ഉദ്ദേശിച്ച അത്രയും കളക്ഷൻ കിട്ടിയില്ല. പിടിക്കേ. അയ്യോ ചെറിയച്ഛ, മുത്തു പേടിക്കണ്ട. ഇത്രയും കാശ് ഇത് ആരെയും പിടിച്ചു കുറച്ച കാശൊന്നുമല്ല. ഒത്തിരി പേര് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ട് തന്ന പണമാ. സീറ്റില്ല, വണ്ടി ഫുള്ള് ആൾക്കാർ നിൽക്കുക. എന്നാ ഇരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനെ പൊക്കടാ. വേഞ്ചല്ലേ ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ. നിന്റെ ഒപ്പമുള്ള പയ്യൻ എവിടെ നിന്ന് കയറുന്നു? നൗഫിലെ കണ്ണൂരിൽ നിന്ന്. അവൻ എറണാകുളത്തേക്ക്. ശരി, നിങ്ങളെന്നാ പോയിക്കോ, ഞാൻ കയറി പോയി. ശരി, ഓക്കെ. ബൈ. എടാ ജാക്സ ഒന്ന് വേഗം വാടാ. നീ പിടി എടുത്തു നോക്ക്. എടാ ആകെ ഇത്ര തുണി എടുക്കാനാണോ ഇത്ര സമയം എടുത്തത്? എനിക്ക് രാവിലെ കോളേജിൽ പോകാനുള്ളതല്ലേ. എന്ന് വെച്ച് ഷീമാട്ടി പോയിട്ട് റെഡിമെയ്ഡ് ഒന്നും വാങ്ങിക്കാൻ പോയതല്ല, പഴയത് സംഘടിപ്പിക്കാൻ പോയതല്ലേ. വേണേ നീ അത് ഇട്ട് നോക്ക്. ഡിക്കോസ്റ്റ ഷുഗർ പിടിക്കുന്നതിന് മുമ്പ് ഗൾഫിലിട്ടിരുന്ന. എടാ സംഭവം കൊള്ളാം, പക്ഷെ മൊത്തം ജുബയാണല്ലോ. ജീൻസ് ഒന്നും കിട്ടിയില്ലേ? ഈ കളർ കണ്ടിട്ടേ കൊടുത്തു വിട്ടാൻ പണി എന്നോണ്ടല്ലോടാ. ഞാനും ചോദിച്ചതാ ഇത് കടും കളറല്ലേന്ന്. അപ്പൊ ഡിക്കോസ്റ്റ പറയാ കുഞ്ചാക്കും കടും കളറല്ലേ. അതവന് ചേരുന്നു. അവനൊക്കെ എന്തെങ്കിലും അഭിമാനിക്കാം. എന്ത്? കോൺസ്റ്റന്റൈന്റെ മകൻ ജാക്ക് ഡഗ്ലസ് കോൺസ്റ്റന്റൈൻ മെറേണ്ട അവന്റെ ഒക്കെ ഉടുപ്പിട്ടിട്ടുണ്ട്. ഈ കടപ്പുറത്ത് നാക്കുളുക്കുന്ന പേരൊന്നും അവിടെ പോയി പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിലും പുറത്ത് പറയാൻ പറ്റുന്ന പേരാണോ നമ്മുടെയൊക്കെ? റോഡ്രിക്സ്, ഡിക്കൂന, ജാക്സൺ ഡിമലോ. ഇവിടെ വിളിക്കുന്ന കുഞ്ചാക്കോ എന്ന പേര് പറയുന്നതായിരിക്കും ബുദ്ധി. എടാ കോളേജിൽ പോകുന്നെന്ന് വെച്ച അപ്പന്റെ പേര് കോൺസ്റ്റന്റ് മാറ്റി കൊച്ചാപ്പി എന്നാക്കാൻ പറ്റൂ? എടാ നീ നാളെ രാവിലെ അല്ലേ പോണേ? എന്നാ മുതലാളിയുടെ ബെൻസ് നാളെ സർവീസിന് എറണാകുളം ഉണ്ട്. നിനക്കതിട്ട് പോടാ. ബെൻസിന്റെ ലോറിയാണാ ഇവന് പറ്റിയത്. അതാണ് കണ്ടോടാ, ഐശ്വര്യം ബെൻസിന്റെ രൂപത്തിൽ വന്നിറങ്ങുന്നത് കണ്ടോ? കുഞ്ചാക്കോമനെ എടാ ഡാഡി വരുന്നു, കുപ്പി മാറ്റിക്കോ, അല്ലെങ്കിൽ പുള്ളി തീർക്കൂടാ. എന്താ ഡാഡി? തലേ മഞ്ഞടിക്കാതിരിക്കാൻ അമ്മ തന്നു വിട്ടതാ. ഭക്ഷണം കഴിക്കാറായോ? എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കാനും പറഞ്ഞു. ഡാഡി വെക്കോ? ശരി മോനെ. അവിടുന്ന് അഡ്മിഷന് കണ്ട കോട്ടയിലച്ഛന് മാത്രമേ എൻ്റെ മകനാ നീ എന്നറിയൂ. അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സിബിയെ വിളിച്ചാൽ മതി. ഒരു സാധാരണക്കാരൻ്റെ സ്വാതന്ത്ര്യമായിരിക്കും മന്ത്രിയുടെ മകനെന്ന സുഖത്തേക്കാൾ അവിടെ ആസ്വദിക്കാൻ നല്ലത്. ബോയ്സ്, നമ്മുടെ കോളേജിൻ്റെയും ഹോസ്റ്റലിൻ്റെയും മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുവാൻ പുതിയ ബാച്ചുകാർ നാളെ എത്തും. പുതിയതായിട്ട് വരുന്ന കുട്ടികളെ ഈ ഹോസ്റ്റലിലെ കുടുംബാംഗങ്ങളെ പോലെ വേണം കരുതുവാൻ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള റാഗിങ്ങോ പീഡനമുറകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രതികൾ ഹോസ്റ്റലിന് വെളിയിലാണ്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ലാത്തതിനാൽ ഗുഡ് നൈറ്റ്. സ്നേഹം അച്ഛോ, ഞാൻ ആ ബീനയോട് ഐ ലവ് എന്ന് പറഞ്ഞത് എന്റെ പെങ്ങളെ പോലെ ഇഷ്ടമാണെന്ന് അച്ഛോ ഞാൻ. നിന്റെ ഒരു മുണന്തന്നായോ എനിക്ക് നീ കേൾക്കണ്ട. പോയിട്ട് അപ്പനെ വിളിച്ചോണ്ട് വന്ന് ഇനി റൂമിൽ കയറിയാൽ മതി.
ബംഗാളിയുമായി മാ തുറക്കരുത്. ഓക്കെ, ചുപ്പരുകോ നോക്കി ഉള്ളി തലയാ, എന്നാലേ പൈസ ഇവിടെ നിർത്തിക്കോ. വണ്ടി ഒരു കാണണ്ട. ഇത് സിസ്റ്റർ എവിജിൻ. നിങ്ങൾ കസിൻസ് എന്ന് പറയുമ്പോൾ എന്റെ ഇളയ ആംഗലയുടെ മോള അന്ന. ഓ അത് ശരി. രണ്ടുപേരും കുഞ്ഞിലേ പോലെ ഒരുമിച്ചാ പഠിച്ചത്. തൊട്ടടുത്ത മനസ്സിൽ പഠിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ പാടുള്ളൂ കേട്ടോ. കുഞ്ചാക്കോ ബോർഡ് കണ്ടോ? വണ്ടി ഇവിടെ നിർത്തിയാലോ? ബെൻസിന് വന്നിട്ട് ഇവിടെ ഇറങ്ങാനോ? കേട്ടടകത്ത് 10 പേര് കാണട്ടെ. നീ ആ AC കൂട്ടി 2 ഹോൺ മേടിക്കും. ഏതോ പണച്ചാക്കിന്റെ മോന. ഇവനെ വണ്ടിയോടെ അങ്ങ് പൊക്കിയ സൂക്ഷിച്ച് സർവീസിന് കൊണ്ടുപോകാം. ശാന്തമായ അന്തരീക്ഷം. ഐ ലൈക്ക് ഇറ്റ്. അച്ഛൻ എൻ്റെ ഡാഡി പൊട്ടനാണോ? അല്ല, ഡാഡി അങ്ങനെ പൊതുവേ അതല്ല, സംസാരിച്ചു. നിന്റെ അപ്പനായിട്ട് ഈ വെള്ളക്കുട്ടപ്പനെ കൂട്ടിക്കൊണ്ടു അത് വിശ്വസിക്കാൻ ഞാൻ എന്നെ പൊട്ടനാണോ? ഹിന്ദി പറയല്ലേ ബംഗാളി. ഇത് കുട്ടികളോ അതോ രക്ഷകർത്താക്കളോ? ഹലോ ബ്രദർ, ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. എന്താ പേര്? കടപ്പുറത്തെ നാക്കുളുക്കുന്ന പേരൊന്നും അവിടെ പോയി പറയാൻ നിക്കണ്ട. പേര് കുഞ്ചാക്കോ, സ്ഥലം കാഞ്ഞിരപ്പള്ളി. വയസ്സുള്ള കാഞ്ഞിരപ്പള്ളി അച്ചായ തിന്നെയാ ഞങ്ങള് കാത്തിരുന്നേ. അച്ഛനെ വിട്ടിട്ട് വരാം. പുതിയ സാഹചര്യമാണ്. ഇനി മനസ്സിൽ പാട്ടെന്നുള്ള വിചാരം മാത്രമായ പറ്റില്ല. പഠിത്തത്തിലും കൂടി കുറച്ച്. ശരി. എടാ, ഇവൻ ആദ്യമായിട്ട് വീട് വിട്ട് നിൽക്കണമെന്ന് അവൻ്റെ അപ്പൻ്റെ പോക്ക് കണ്ടറിയാം. ഹലോ മോളെ. അണ്ണാ എടാ എന്റെ മുത്ത നോക്കിക്കോളെ നന്നായി. അതെന്നാ വർത്താനമാണോ ഈ പറയുന്നത്? അണ്ണന്റെ മുത്ത ഞങ്ങളുടെ മുത്തല്ലയോ? ഞങ്ങളൊക്കെ ഇല്ലണ്ണ ഇവിടെ. അണ്ണാ, ആ ഹോസ്റ്റലിലെ ചീള് പിള്ളേരുടെ മുന്നിൽ കൂടെ എന്റെ ഈ ഫോറിൻ കത്തിയെടുത്ത് മിന്നിച്ചൊന്ന് പോട്ടെ. നാളായ ഒരു കുടൽമാല കണ്ടിട്ട്. ആ ചെറിയ ഒന്നും വേണ്ട. വേണ്ട വേണ്ട. സൂപ്രൻ ചേട്ടൻ ഇപ്പൊ അവര് കാണണം. അതെ, ഞാൻ തന്നെ ആ ഫോൺ ഓൺ ചെയ്യുന്നതിന് മുമ്പ് സിം കാർഡ് കൂടി മാറ്റണം കേട്ടോ. ഓക്കെ ചെറിയ അത് എടുക്കുന്നേ ഇല്ല. പോരാ. ഹാരിസ് മുഹമ്മദ്, കുഞ്ചാക്കോ, ശ്യാം ശ്രീധരൻ, കായലാൻ. ഇവിടെ പാലിക്കപ്പെടേണ്ട ചട്ടങ്ങൾ ഹോസ്റ്റൽ മാഗസിനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൂം ബോയ് ബെന്നിച്ചനത് എല്ലാവരുടെയും മുറി തരും. അത് നോക്കി ഇവിടുത്തെ സമയക്രമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കോണം. കേട്ടല്ലോ? ആ എന്നാ ശരി, റൂമിലേക്ക് പോയിക്കോ. ഈ പാതിരാത്രിക്കാട്ടാ കുളി. പോ ചെറുക്കാ വേഗം. നമസ്കാരം. ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാവും. അത് മിക്കവാറും പേര് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇന്ന് ലാലേട്ടന്റെ പടം ഇറങ്ങിയ ദിവസമല്ലേ, കുറച്ച് പേര് സെക്കൻഡ് ഷോയ്ക്കും പോയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഇന്ന് പ്രധാനമായിട്ട് കാണാൻ പോകുന്ന ആൾക്കാരെ ഞാനിപ്പോ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കത് ഇന്ന് മുതൽ തന്നെ ഗുണം ചെയ്തു തുടങ്ങും. ഇവരിൽ പ്രധാനി മസ്താൻ എന്ന് എല്ലാവരും വിളിക്കുന്ന സെബാസ്റ്റ്യൻ. ഞാൻ വന്ന കാലം മുതൽ സബാൻ ഇവിടെ ഉണ്ട്. അവൻ ഇവിടെ എന്ന് വന്നെന്നോ എന്തിനു പഠിക്കുന്നെന്നോ അച്ഛന്മാർക്കൊഴികെ വേറെ ആർക്കും അറിയില്ല. ആ റൂട്ട് അവനോട് ചോദിക്കാനും പോകത്തില്ല. ഇത് മസ്താന്റെ വലം കൈ ക്ലച്ച് റാഫി. മസ്താൻ ഇഷ്ടപ്പെട്ട നാടൻ പാട്ട് പാടിക്കൊടുക്കലാണ് ക്ലച്ചിന്റെ മെയിൻ പരിപാടി. ഇതാണ് ഫ്രെഡി. ഏത് നേരവും കൂടെ നടക്കുന്നുണ്ട്. ഈ ആക്കൊരു ഇരട്ട പേരും ഉണ്ട്, ലളവ. ഇതിൽ മസ്താനെ മാത്രം ആദ്യം കാണുമ്പോഴേ ഒന്ന് വണങ്ങി ഒരു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോണം. അതിവിടുത്തെ ഒരു ആചാരവാ. ഇപ്പൊ വാർണച്ചന്മാർ 2 പേരും എന്തിനോ പുറത്തു പോയിരിക്കുക. അവര് വരുന്നത് വരെ മോളിൽ നിന്ന് എന്തെങ്കിലും തലോടലുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുക. അല്ലാതെ എല്ലാം ചെന്ന് അച്ഛന്മാരുടെ ഒറ്റ നിന്നാ അത് നിങ്ങൾക്ക് തന്നെ പറയാം. മുരളീകൃഷ്ണൻ, അനിൽകുമാർ, രണ്ടൊരു മേളകേരോടാ. അതെ, തിരിച്ചു വരുമ്പോ ഒച്ച ഉണ്ടാക്കാതെ കഥവിന്റെ കുറ്റിയിടണേ. ചെറിയൊരു അനക്കം മതി എന്റെ ഉറക്കം പോവാൻ. എന്താ നമ്മളെ മാത്രം അതൊക്കെ പറഞ്ഞില്ലേ? പറയട്ടെ അതിന് വാ വിളിച്ചോണ്ട് മാറിക്കടാ. അണ്ണപ്പല്ലികളെന്ന് പറയും. മസ്താൻ. കായലാന്റണി. യെസ്, ഞാനാ കായൽ. വിരുമോഹനോ? വാ വാ. 112 മുന്നോട്ട് കയറി വാടാ.
വാട്ട് ഈസ് യുവർ നെയിം? മുരളീകൃഷ്ണൻ PK. കൊള്ളാം, നല്ല പേര്. മുറുകൊണ്ട് ഓടക്കൊണ്ട് വായിക്കാൻ അറിയാമോ? അത് കുറച്ചറിയാം. വീടോ? മലബാറില. മലബാർ എന്നങ്ങോട്ട് അടക്കി പറയാം. നീ ആരടാ? സാമൂതിരിയോ? കൃത്യസ്ഥലം പറ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. നിന്റെയോടാ? അനിൽകുമാർ. കുമാരൻ എന്താ പണി? അച്ഛൻ്റെ പേര് രാമകൃഷ്ണൻ. തിരുവനന്തപുരത്ത് LE ക്ലാസ്. മോനെ മുരളിക്കുട്ട, മോനെ ആത്മാർത്ഥമായിട്ട് ആ ഷർട്ടൊന്ന് ഊരിയിട്ടിട്ട് ഹരിമുരളീരം സങ്കല്പത്തിൽ ഓടക്കൊള്ളൊന്ന് വായിച്ചേ. മാമ കേക്കട്ടെ. ക്ലർക്കിന്റെ മോൻ കണക്കൂട്ടാൻ എടുക്കാനാണ്ടാ? അത്യാവശ്യം. ആഹാ, എന്നാ വേറെ കൂട്ടിക്കോ. 3,16,032 ഇൻറ്റു 2,13,012. ഒരൊറ്റ അക്കം തെറ്റിയാണ്ടല്ലോ ചാവിട്ടി കൂട്ടി ഞാൻ ക്ലർക്ക് മോനെ. ഇങ്ങടാ. എന്താണ് നിന്റെ പേര്? കായൽ. നീ വലിയ കളിക്കാരനാന്ന് കേട്ടല്ലോടാ. എന്നാ കളിയാടാ നീ കളിക്കുന്നത്? വോളിബോൾ. ഗോൾ അടിക്കുമോ നീ? മാറിക്കടാ, അടിച്ചിട്ട് പോയാ മതി. നമ്മുടെ ആ ബെൻസ് മലയാളി വിളിച്ചില്ല? കണ്ണൂരും കോഴിക്കോടും കോളേജിലാണ്ടാണോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എന്നിട്ട് വാ തുറന്ന എല്ലാവരും കണ്ണൂരും മാഹിയും കണ്ടുക എന്നുള്ള പാട്ടും. എൻ്റെ ഉപ്പ ഇവിടെ തന്നെ പഠിച്ചത്, അതാ ഞാനിവിടെ തന്നെ ചേർന്നു. പക്ഷെ ഒടുക്കത്തെ ഗ്ലാമർ ഈ തലശ്ശേരിക്കാർ. ലൂയിസ് വയലിനും കൊണ്ട് പോയിട്ടുണ്ടല്ലോ അല്ലേ? അവനെ അച്ഛൻ്റെ വാതിക്കൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇതാര്? കാഞ്ഞിരപ്പള്ളി തറവാടി എത്തിയോ? വല്ലാട്ടെ വല്ലാട്ടെ, വെൽക്കം വെൽക്കം. അയ്യോ, ഞാൻ അല്പം ഉറങ്ങിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട്? ഇനി അച്ചായലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കിയെല്ലാം വന്നേക്കുന്ന ഓൾട്ടോയിലും ഓട്ടോറിക്ഷയിലൊക്കെയാണ്. വേറൊരു ഏരപ്പകൽ ബെൻസിൽ വന്നത് അതൊക്കെ പോട്ടെ, നമുക്ക് സമയം കളയ കാര്യത്തിലേക്ക്. ബെൻസ് അച്ചായ നാളെ ഹോട്ടൽ വാണി വെച്ച് ഞാൻ കുറച്ച് പേർക്ക് ചെറിയൊരു ചെലവ് ചെയ്യുന്നു. കൂടി വന്ന 8-10 രൂപയാവും. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്ത് ഇപ്പഴേ പിടിച്ചു. 100 രൂപ ഉണ്ട്, മുഴുവനും വെച്ചോ, ബാക്കി തരണ്ട. 100 രൂപ ഹാപ്പി ആയല്ലോ. 10,000 ചോദിച്ചപ്പോ നീ ആളെ കളിയാക്കോ? 10,000? നിങ്ങൾ ആ ബെൻസ് കണ്ടിട്ടാണെങ്കിൽ അത് വെറുതെ. അതിന്റെ ശരിക്കും മുതലാളി ലാസറാ. കാഞ്ഞിരപ്പള്ളി ബെൻസ് ബുക്ക് മേടിക്കാൻ കൊണ്ടുവന്ന് 600 വേണമെങ്കിൽ ഒരു 100 രൂപ കണ്ട് ഞാൻ തരാം. വേണ്ട വേണ്ടെന്ന് വെച്ചാൽ പാളെ നീ ലൈറ്റ് ഓഫ് എല്ലാം താഴെ ഇറങ്ങിക്കേ. അച്ചോ, ആരാടാ? ഞാനാണച്ചോ, ലൂയിസ്. ഈ നട്ടാപ്പാതിരാക്കി നീ എന്നാടുക്കും ഇതുമായിട്ട്? സ്വന്തം പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല അച്ചോ. അച്ഛനോട് ചോദിച്ച് കറക്റ്റ് ആക്കാമെന്ന് കരുതി. എത്രയോ കലാകാരന്മാരെ വാർത്തെടുത്ത കൈകളാണ് അച്ഛൻ്റെത്. അതൊക്കെ ശരിയാ, പക്ഷേ ഈ നേരത്ത് പുതിയ പിള്ളേരൊക്കെ വന്ന ദിവസമല്ലേ? ഞാനൊന്ന് കറങ്ങി നോക്കിയിട്ട് വരട്ടെ. അല്ലെങ്കിൽ തന്നെ നിനക്ക് നാളെ മത്സരമൊന്നുമില്ലല്ലോ. ഒരു ഒറ്റ നെറ്റിരിപ്പില്ലച്ചോ. ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരൂ. എന്നാ കേറി വാ, ചുമ്മാ എന്റെ സമയം മെനക്കെടുത്തില്ല. എന്തോ നീ പൈസയൊക്കെ എവിടെ കൊണ്ടുപോയാലും ഞാൻ പോക്കും കേട്ടോ. എടാ പൊണ്ണ, പിന്നെ നീ ചെലവ് ചെയ്യുന്നിടം വരെ ഞങ്ങളെ കാണുമ്പോ ഇനി മുണ്ട് കൊടുക്കണ്ട. ഇല്ല, കൊടുക്കില്ല. പിന്നെ ഒട്ടിച്ച്. എടാ, ഇത് വന്ന് തന്നെ എല്ലാം കൂടി ഒട്ടിക്കണോ? ആ സീനിയേഴ്സ് അങ്ങനെ കണ്ടാലുണ്ടല്ലോ, വല്ല ദൈവത്തിന്റെ പടമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എൻ്റെ ഈ ദൈവത്തിൻ്റെ പേരിൽ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ സഹിച്ചു. വേറെ ഒരു ഭിത്തിയിലും ഒന്നും ഇല്ലാത്ത പോലെ. നിനക്കിതിൽ അത്രയ്ക്ക് ഭ്രാന്താണോ? ആണോന്നോ? എന്തെങ്കിലും ഞാൻ ചെന്നൈ പോയി ഇദ്ദേഹത്തെ കാണും. ഒന്നും നടന്നില്ലെങ്കിൽ പുറത്തുനിന്ന സ്റ്റുഡിയോ എങ്കിലും. നടന്നത് തന്നെ. ഈ കഥകിന്റെ കുറ്റി ശബ്ദം ഉണ്ടാക്കാതിടാൻ പറഞ്ഞ് കുഞ്ചാക്കോടെ ചെവി കുറ്റിക്കിട്ട് അവന്മാരിട്ടപ്പോ നല്ല ശബ്ദം ഉണ്ടായി. എന്തു പറ്റി കുഞ്ചാക്കോ? അവശതയാണല്ലോ. അയ്യോ, ഇരിക്കാനോ കിടക്കാനോ പറ്റുന്നില്ല. അവന്മാരെ ഇടികൊണ്ട് വായു വിലങ്ങിയെന്ന് തോന്നുന്നു. സീനിയേഴ്സ് ആയിരിക്കും. ഞാൻ നോക്കാം. സംശയിച്ച് നിൽക്കണ്ട, അവര് പറഞ്ഞല്ലേ. മുണ്ടൂര് തുറന്നോട്ടെ. ഇതൊരു പുതിയ അവതാരമാണല്ലോ. ഹലോ, ഞാൻ സഞ്ജു. ആരും കിടന്നില്ലേ? ഞങ്ങൾ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് ചേട്ടാ. ചേട്ടനോ? ഞാൻ സീനിയറൊന്നുമല്ല, ഈ റൂമിൽ തന്നെ. രാവിലെ ആദ്യം വന്ന ഞാനാ. അപ്പോഴെന്നെ പൊക്കിക്കൊണ്ട് അമ്മാരെ ഡ്രസ്സ് മൊത്തം വാശി 8ന്റെ പണി കിട്ടിയ സുഹൃത്ത്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. അല്ല, എന്നെക്കാളും പണി കിട്ടിയമാരും ഈ റൂമിനകത്തുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കഴിഞ്ഞില്ലേ? ഹലോ. ഹായ്, അനിൽകുമാർ. ഹായ്, ഹാരിസ്.
അച്ചു. മുരളീകൃഷ്ണൻ. സഞ്ജു. ഹലോ. ഹായ്. കുഞ്ചാക്കോ നട്ടപ്പാതിരക്ക് ഹായ് പറഞ്ഞിട്ട് ഇടിക്കാനാണോ എന്തോ? ഫസ്റ്റ് ഇയർ ആണല്ലോ അല്ലേ? അതെ. വെറുതെ അതെ സുഹൃത്തെ, ആ കഥവിന്റെ കുറ്റിയിട്ടിട്ട് വരണം കേട്ടോ. മുണ്ട് ഊരി കുത്തി മനുഷ്യന്റെ കൈയുടെ കുഴ തെറ്റി മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. രാവിലെ എണീറ്റ് പഠിത്തം തുടങ്ങാനുള്ളതല്ലേ. കുഞ്ചാക്കോ എണീക്ക്. നേരം വെളുത്തു. നല്ല മണമുള്ളതാണോ? ഉള്ളതാണെങ്കിൽ കുറച്ച് പൗഡർ ഇടാൻ തരുമോ? ടൈമായി. മൊത്തം തീർത്തു. ജന്തു പോകുന്നുണ്ടോ? മനസ്സിലായി. ഇവിടെ ഓടിയാലോ? നേരെ വീട്ടിലേക്ക് ഓടേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഓടിച്ചിട്ട് പിടിക്കും. ചെന്ന് കണ്ടിട്ട് വെറുതെ കിട്ടിയ പൗഡർ മുഖത്ത് കുറച്ച് കൂടുതലുണ്ട്, അതായിരിക്കും. ഇങ്ങനെ റബട നിങ്ങളുടെ കോപ്പല് വർത്താനം പറഞ്ഞു തിരിയാൻ പറ്റുന്നില്ലേ? എന്നെയാണോ ചേട്ടന്മാരെ? അല്ല, നിന്റെ അപ്പൂപ്പനാടാ പോണ. എങ്ങോട്ടാടാ ഈ ബുക്കും കൊണ്ട്? ആദ്യ ദിവസമല്ലേ ക്ലാസ്സിലേക്ക്. ചുമ്പയുടെ കളർ കണ്ടപ്പോ ബാബ വിചാരിച്ചു നീ വല്ല പാറ്റ് വേളത്തിന് പോകണമല്ല. പോയി പറയച്ചേ വേറെ ഇട്ടോട് പോ. ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കറിയാം. ഹലോ. ഇത്രയും ദൂരം നടക്കാനുണ്ടോ? കോലം കണ്ടോ? എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോ. ചോദിച്ചു കേട്ടില്ലേ? പൈസ കടും കളർ അവര് മാറ്റിച്ചില്ലേ? ഉള്ളതിൽ ഭേദപ്പെട്ട കളർ ഇതാന്ന് പറഞ്ഞ വിധി തന്നെ മറുപടി. ഞാൻ എന്ത് ചെയ്യാനോ? അതാണോ? ശ്യാം ശ്രീധരൻ, അനിൽകുമാർ, ഹാരിസ്, ജാക്ക് ഡക്ലസ്, കോൺസ്റ്റന്റൈൻ മിറാണ്ട. ആദ്യത്തെ ദിവസം പരിചയം വെച്ച് ഞങ്ങളെല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങിന് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞങ്ങളെല്ലാവരും അടുത്ത് പരിചയക്കാരായത്. അന്ന് തന്നെ വളരെ യാദൃശികമായി അന്യമായി നേഹയ്ക്ക് ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഞങ്ങളോടൊപ്പം ചേർന്നു. ശ്യാമിൻ്റെ 2 വീലർ കമ്പം, എൻ്റെ കൂളിംഗ് ഗ്ലാസ് വീക്ക്നെസ്, കാഞ്ഞിരപ്പള്ളി അച്ഛനായി അവതരിച്ച കുഞ്ചാക്കോ ശരിക്കും ആരാണെന്നുള്ളത്, അങ്ങനെ പലതും അന്ന് തന്നെ പുറത്തു വന്നു. സീനിയേഴ്സ് അവരുടെ പരിക്കം പ്രകടനം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പരമാവധി ശ്രമിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇതുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് സഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇടയ്ക്കിടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലും ഗ്രൗണ്ടിലും കണ്ടിരുന്ന മസ്താനെ പറ്റി പല കഥകളും പലരും പറഞ്ഞ് കേട്ടു തുടങ്ങി. ഇവരുടെ ഗേൾസ് ഹോസ്റ്റലിലെ പോലെ അത്ര ശാന്തമായിരുന്നില്ല ഞങ്ങളുടെ മെസ്സിലെ കാര്യങ്ങൾ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് വരാന്തയിലെ സ്പീക്കറിൽ അടിച്ചുപൊളി പാട്ടുകൾ എന്നും പതിവായിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ക്യാമ്പസും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേർന്നു. വാടനച്ചന്മാരിൽ കോട്ടയിലച്ഛനെ വല്ലപ്പോഴുമേ കാണാറുണ്ടായിരുന്നുള്ളൂ. പകലെ പിള്ളേർക്കൊപ്പം വയലിനുമായി ക്യാമ്പസിൽ ചിരിച്ചു നടന്ന പ്ലാവനാക്കുഴി അച്ഛനെ ആയിരുന്നില്ല രാത്രി ഹോസ്റ്റലിൽ വന്ന്. പിള്ളേരുടെ കുരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ ടോർച്ചുമായി നടക്കുന്ന കർക്കശക്കാരനായി മാറുമായിരുന്നു അച്ഛൻ. പക്ഷെ തക്കം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ്റെ കണ്ണുവെട്ടിച്ച് സീനിയേഴ്സ് ഞങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടേയിരുന്നു. മിക്കവാറും വരാന്തകളിൽ വെച്ചായിരുന്നു അവരെ ചോദ്യം ചെയ്യൽ. നിന്നെ കണ്ടിട്ട് ഞങ്ങളെക്കാൾ സീനിയറാണ് തോന്നുന്നുണ്ടല്ലോടാ. ഇടയ്ക്ക് വേറെ ഒരു കോഴ്സിന് 2-3 വർഷം പോയിരുന്നു. നിന്നെ ഒന്നും ഉണ്ടാക്കിയ കമാൻഡേഴ്സ് ആരൊക്കെയാടാ? അതെന്റെ കസിന്റെ സ്റ്റാഫുകളാണ്. കസിനും തടാ പണി. അവർക്ക് ബാർ ഹോട്ടൽ ബിസിനസ്സാണ്. ഏത് ബാറാടാ? പലയിടത്തും ഉണ്ട്. ക്രൗൺ, അഞ്ജലി, സംഗീത. നീ അപ്പൊ ഈ തോട്ടാശ്ശേരി മാർട്ടിന്റെ ഫസ്റ്റ് കസിനാണ്. ഒരു മിനിറ്റ്, അജു ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ വരാം. പക്ഷേ അത് കഴിഞ്ഞ് നാളെ മുതൽ എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. ഓക്കെ? അജു ആരാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനിയിപ്പോ അജു നമ്മുടെ ആളല്ലേ? ഏത് അജു ആയി, അജുവിന്റെ പാടായി. ഏത്? ഓക്കെ, വാന്ന്. ഇവര് 6 പേരും ഒരു റൂമിലാണത്രേ. ഇതിൽ ഞാൻ ശ്യാമ ഒരു റൂമിൽ. ഹോസ്റ്റലിൽ സീനിയേഴ്സിനൊക്കെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്കോ? ഇവിടെ ചില പണക്കാർ സീനിയേഴ്സിന്റെ ചൂണ്ടയെ കൊളുത്തിയതുകൊണ്ട് വേറെ ആർക്കും വലിയ പരിക്കില്ലേ. ഈ ഇവര് നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണോ? അവര് ഫസ്റ്റ് ഫ്ലോറിൽ.
ഓ എന്തോ അവർക്ക് നമ്മുടെ കമ്പനിയൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടല്ലോ അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും നമ്മൾ തമ്മിലൊരു ജാടിയും പാരവെപ്പില്ലാതിരുന്നാൽ മതി. അല്ല ശ്യാമിൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എങ്ങനെ അറിഞ്ഞു? അതന്ന് റാഗ് ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ടാവല്ലേ? അത് അമ്മ ബസ്സിൽ നിന്ന് വീണതാ. ഡോറില്ലാത്തൊരു ബസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പില്ല. അയ്യോ. അതെ, പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ ശ്യാം ഒരു കിടില സംഗീത പ്രേമിയാണ്. ഇവന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എന്നെ കാണിച്ചു തന്നു. 99% ഒരൊറ്റയാളുടെ. ആര്യ? എനിക്ക് റഹ്മാൻ സാറിനെ ഭയങ്കര കക്ഷി ഇഷ്ടമാണ്. ഫുൾ ടൈം പാട്ട് കേൾക്കലും പാട്ട് പാടലും. ഓ, ശ്യാം പാടുകയും ചെയ്യോ? ചെറുതായിട്ട്. ഫ്യൂച്ചർ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ശ്യാം. എന്റെ പൊന്നെ. ഡാഡി ഇപ്പൊ ഷിപ്പിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വന്നേ. തിങ്കളാഴ്ച നീ പോയിട്ട് വരുമ്പോ നിന്റെ എസ്റ്റേറ്റിൽ നല്ല മുന്തിയനും തേയിലപ്പൊടി ഏലക്കാൻ കൊണ്ടുവരാൻ മറക്കണ്ട. അപ്പൊ ഒരു 5 കിലോ കടപ്പുറത്ത് ഇവിടെ ഏലക്ക. എത്തിയിട്ട് വിളിക്കട്ടോ. ഓക്കേടാ, ബൈ ബൈ ബൈ. വീക്കെൻഡിൽ വീട്ടിലേക്ക് പോകുന്നവരെ കണക്കെടുപ്പ് മസ്താൻ്റെയും കൂട്ടരെയും പതിവായിരുന്നു. പാരൻസ് ഗൾഫിലായതുകൊണ്ട് മായ മിക്കവാറും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഈ പേവെള്ളം കൂടി നിർത്തുന്നുണ്ടോ? കൊച്ചു പിള്ളേരെ മുന്നേ വെച്ചിട്ട് ഒന്ന് പോടി, നിന്റെ അപ്പന്റെ നിലവിലൊന്നും അല്ലല്ലോ. എന്റെ പൊന്നും കൂടെ ഒരാഴ്ച മാറി ഇന്നേച്ച് വന്നേക്കുക. അതിന്റെ സന്തോഷത്തിലല്ലയോ? അപ്പൊ ഇന്നലെ വെട്ടി പിടിങ്ങിയതോ? അതവള് ഒരാഴ്ച ഇല്ലാത്തതിന്റെ വിഷമത്തിലല്ല. നിർത്തി. എങ്ങനുണ്ട് നിന്റെ കോളേജ് ഹോസ്റ്റലും ഒക്കെ? പറ. കോളേജ് സൂപ്പറാ. ഹോസ്റ്റൽ ഒന്ന് രസമായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഈ തെണ്ടി ഒറ്റൊരുത്തൻ കാരണം ഇവനാ പറഞ്ഞത് അവിടെ ചെന്ന് യഥാർത്ഥ പേരും സ്ഥലവും പറയേണ്ടത്. അതുകൊണ്ടെന്താ അവന്മാരുന്ന് ഇഷ്ടം പോലെ ഇടി എനിക്ക് മേടിച്ച് കിട്ടിയല്ലോ. എടാ ബെൻസെ പോയി അവരെ മുമ്പിൽ ഞെളിഞ്ഞിറങ്ങാൻ ഞാൻ പറഞ്ഞു നിന്നോട്. അതൊന്നും സാരമില്ല അമ്മേ, അന്ന് അയച്ചതിന്റെ ബാലൻസ് ഉണ്ട്. പൈസ വേണ്ടപ്പോൾ ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ ഞാനും മുരളീന്ന് പേരുള്ള ഒരു ഫ്രണ്ട്, ബാക്കി എല്ലാവരും വീട്ടിൽ പോയി. ആ കഴിച്ചു. അപ്പൊ ശരിയമ്മേ, വേറെ ഒന്നുമില്ലല്ലോ. വെള്ളിയാഴ്ച ആയിട്ട് രണ്ടുപേരും പരിപാടി എന്ന് വെച്ചാലേ ഒരു പടത്തിന് വിട്ടാലോ? മമ്മൂക്കാടെ പുതിയ പടം ഇറങ്ങിയ ദിവസമല്ലേ? ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോവാ. നിങ്ങൾ വരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഇനി അത് മുകളിൽ ഇറങ്ങിട്ട് വേണം. ഞങ്ങളില്ലേ. അയ്യോ, അതിന് പ്രശ്നക്കാരൊക്കെ എപ്പോഴും സ്ഥലം വിട്ടു. ആ ക്ലീറ്റസും ടീമും ഒക്കെ വാഗമണ്ണ് ടൂർ പോയി. പിന്നെ ഇവിടെ ഇപ്പൊ ആകെ ഉള്ളത് മസ്താനും ഗ്യാങ്ങുവാ. പിള്ളേരൊക്കെ പോയപ്പോ ഹോസ്റ്റലൊന്നും ഉറങ്ങിയല്ലേ? ആ ഉള്ളതാച്ചു. ആരൊക്കെയാ ഇരിക്കുന്നത്? ബാക്കിയുള്ളവന്മാരൊക്കെ പോയപ്പോ രണ്ടുപേരും തനിച്ചായോ? വല്ലതും കഴിച്ചോടാ? എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവന്മാരിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ട ആ പാഷാണങ്ങളൊക്കെ മുകളിലുള്ളതാ. ഒന്നുമില്ല ചു, അവന്മാര് വല്ല തമാശ. അതെ അതെ, ഈ ജെയിംസ് അച്ഛനെ എല്ലാത്തിനും ലാളിച്ച് വഷളാക്കുന്നത്. അതുകൊണ്ടെന്താ ഒരൊറ്റ ഒരുത്തനെ എന്നെ കണ്ടുകൂടാ. അച്ഛൻ തന്നെ അത് പറയണം. അച്ഛോ, അച്ഛന്റെ ഈ സ്റ്റൈൽ കണ്ടിട്ടാ പിള്ളേർ ക്യാമ്പസിൽ കൂടെ മുടിയും വളർത്തിക്കൊണ്ട് നടക്കുന്നത്. അച്ഛോ, കർത്താവിന്റെ ഈ സ്റ്റൈൽ അനുകരിക്കുന്നത് തെറ്റാണോ? പിടിക്കുമ്പോ അവന്മാർ ഇതൊക്കെ തന്നെ പറയുന്നത്. നിങ്ങൾ രണ്ടാളും മസ്താഞ്ചി വിളിക്കണ്ട്. കേറുവാ. മസ്താനുള്ള ഡീസൻ്റാന്ന് പറഞ്ഞിട്ട് എന്തിനാണാവോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ താഴെ. നിങ്ങളെന്താ പോകാത്തെ? എൻ്റെ വീട് ദൂരെയാ. പിന്നെ ഇവന് പോകാൻ ഇവിടെ ആരുമില്ല. എല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടാവോ? ഞാനിനി ഓണത്തിനേ പോകുന്നുള്ളൂ. ഞാൻ ഓണത്തിന് ഇവിടെ ഉണ്ടാവും. അതെന്താ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കുവൈറ്റിൽ നഴ്സാ. ആകാശത്തെ നക്ഷത്രമണ്ണി താഴെ മുറ്റത്തിരുന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്തിനാണെന്നറിയാവോ? ചീട്ട് കളിക്കാനാണോ? ഹേ അല്ല. എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്ക് കോളേജ് വിട്ടാലുടൻ ബാഗും എടുത്ത് വീട്ടിലേക്കോ ബന്ധു വീട്ടിലേക്കോ പോകാൻ യോഗമില്ലാത്തവരൊരു കൂട്ടായ്മയാണിത്. ഇതിൽ ചിലർക്ക് പോയി കാണാനാരുമില്ല, ചിലർക്ക് ഉണ്ടായിട്ടും പോകണമെന്നുമില്ല. അതിലേക്ക് നിങ്ങൾ ചേർക്കാനാണ്. ആരുമില്ലാത്തവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ബെത്ലഹേം ഹോസ്റ്റലിലെ മസ്താൻ്റെ റൂം അവർക്കുള്ളതാവുന്നു. പക്ഷെ ചേരുന്നതിനും ഒറ്റ കണ്ടീഷൻ. നമ്മുടെ ഈ സംഘത്തിന് ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം രാത്രിയിൽ മാത്രമായിരിക്കും. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് എന്ന് ചിട്ടിക്കാരൻ മത്തായുടെ നെഞ്ചത്തേക്കാക്കാം. ഇന്നിനി കളി മതിയാക്കാം. റെഡി ആയിക്കോ. കോംറേഡ്സ്, നമ്മുടെ പാതയിൽ ഉഗ്ര സർപ്പങ്ങളുണ്ടാവാം, ചതിക്കുഴികളുണ്ടാവാം. നിങ്ങൾ പേടിച്ചോടൂ? ഒരിക്കലുമില്ല. പക്ഷേ ഒരു സംശയം. അച്ഛാ, പേടിക്കണ്ട, ചോദിച്ചോളൂ. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെണ്ടിയുടെ വീട്ടിൽ നിന്ന് കോഴിയെ കക്കൽ. ഞാൻ വെറുതെ പേടിച്ചു. ഏതോ
ഇറങ്ങിയ കാറ്റെങ്ങാനും വന്ന് എന്റെ ബിഗ് എവിടെ പോയി. എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ 4 പേരില്ലായിരുന്നു, പക്ഷെ എല്ലാവരുടെയും ഹാജർ വന്നിട്ടുമുണ്ട്. ഇയാളാണ് അവരുടെ കള്ളഹാജർ അടിച്ചതെന്ന് ഞാൻ അറിഞ്ഞു. ഇനി ആ കള്ളക്കളി വേണ്ട. അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ചോദിച്ചിട്ട് പോവാം. നോ പ്രോബ്ലം. ഓക്കെ സാർ. എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. വെൽക്കം. പിന്നീട് അവധി കിട്ടുമ്പോൾ എനിക്കൊരു 50 രൂപ കൂടുതൽ തന്നില്ലേ, നാളെ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് പിരിക്കാൻ ഇറങ്ങും. ആ പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ PA കൊണ്ട് വിളിപ്പിച്ചായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ മകനെ മന്ത്രിയാക്കണ്ടെന്നൊരു നിലപാടെടുക്കുന്നു. അച്ഛന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പിരിവുണ്ടല്ലോ, ഇവിടുന്നാണ് രാഷ്ട്രീയക്കാരന്റെ തുടക്കം. അടിച്ചു പൊളിക്ക്. ഹലോ. ആ റാഫിയാണോ? ഇന്ന് മസ്താന്റെ വക നമുക്കൊരു പാർട്ടി ഉണ്ട്. ആശാനെ പിന്നെ ഇന്ന് ഇവരെയും കൂടെ കൂട്ടിക്കോട്ടെ. എല്ലാം നമുക്ക് പറ്റിയ പാർട്ടികളാണ്. മസ്താൻ അറിയാലോ, നമ്പാൻ പറ്റിയൊരു കൂടെ കൂട്ടും. അയ്യോ അതിന് ഞാൻ എന്നാ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, കേരള മസ്താന്റെ പാർട്ടി. നഗരവെളിച്ചത്തിൽ മാത്രം ജീവിതം കണ്ട ഞങ്ങളിൽ പലർക്കും നിലാവെളിച്ചത്തിൽ മസ്താൻ നടത്തിയ ആ സൽക്കാരം ആദ്യ അനുഭവമായിരുന്നു. എടാ അതിന്നൊരു 5 എണ്ണത്തിന് നനഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. ആള് കൂടുതലുള്ളതല്ലേ, നമുക്ക് 2 എണ്ണത്തെ കൂടുതൽ പിടിച്ചാലോ? എടാ അവന്മാർ 10 മൂട് കപ്പയെ പറിക്കാൻ പോയിരിക്കുന്നത്, അതൊക്കെ ആരും നിർക്കും. നീ പറഞ്ഞ എണ്ണം പിടിച്ചാൽ മതി. യെസ് ബോസ്. നിങ്ങൾക്കറിയാം, കഞ്ചാവും വിദേശമദ്യവും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പകരം ഞാൻ തന്നെ ചെത്തി ഞാൻ തന്നെ ഇറക്കുന്ന ശുദ്ധമായ തെങ്ങിൻ കള്ള് ആവശ്യത്തിന് വേണ്ടത് കുടിക്കാം. ആദ്യമായി കമ്പനി കൂടാൻ വന്നിട്ട് അനിയന്മാര് സൂപ്പർ ഹാപ്പി ആയിരിക്കണം. അതാണ് ഞങ്ങൾ ഹാപ്പിയാണ് മസ്താനെ. പക്ഷെ മസ്താൻ ഇങ്ങനെ പൊക്കമുള്ള തെങ്ങിന്റെ മേളിൽ കയറുന്ന കാണുമ്പോൾ ഒരു ചെറിയ പേടി. ആട്ടുംകാട്ടവും ചാണകവും വരെ എന്താണെന്നറിയാൻ വേണ്ടി ഇന്റർനെറ്റിൽ അടിച്ചു നോക്കുന്ന വെറും ഗൂഗിൾ ബോയ്സ് ആവരുത് നിങ്ങൾ. കുറച്ചൊക്കെ ശരീരം അനങ്ങണം, അല്ലാതെ കാര്യം നടക്കില്ല. ചരിത്രം പറഞ്ഞാൽ ജാതിയും മതവും ഇല്ലാത്ത ഒരു ചെത്തുകാരന്റെ രക്തമാണ് ഈ ഞരമ്പിലോടുന്നത്. എല്ലാരോടും പറഞ്ഞു നടന്നിട്ട് 10 താഴെ വീണ് കിടന്നല്ലോ മനുഷ്യ നിങ്ങള്. സബാനെ അപ്പനെന്തോ പറയുന്നു. ചതിച്ചതല്ല സബാനെ, പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം മോനെന്നും മനസ്സിൽ സൂക്ഷിക്കണം. വലിച്ചിട്ട് പിടിക്കാൻ നോക്കരുത്. എന്റെ ഡാഡിക്കും ഇതേപോലൊരു പറ്റുപറ്റി. വലിച്ചിട്ട് പിടിക്കാൻ നോക്കി. എന്നിട്ട് ഡാഡിയും പടതായ ആയില്ല, അയേനെ പശുവിനെ കറക്കുമ്പോ മൂക്കേറെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അകിടെ പിടിക്കാൻ നോക്കി. പശു ഒരു ഒറ്റ ചവിട്ട് ഒരു ദിവസം മുഴുവൻ ചാണകം കുടിക്കാൻ കിടന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അതെ, അങ്ങനെ ചാണകനാറ്റ കേസ് ആയിരുന്നില്ല എൻ്റെ അപ്പം വർക്ക് ചെയ്താൽ. അറിയോ, അപ്പൻ ഇരുന്നതേ തെങ്ങിന്റെ മണ്ടയിലായിരുന്നു. മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ വലിച്ചിട്ട് പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ ഉണക്കമടലായിരുന്നു. മണ്ടയിലിരുന്ന് വലിച്ചത് കഞ്ചാവും, പിടിക്കാൻ നോക്കിയത് അമ്പിളി അമ്മാവനായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞപ്പോൾ അറിഞ്ഞത് ഇത് അപ്പൻ്റെ സ്ഥിരം കലാപരിപാടിയായിരുന്നു. അന്ന് തുടങ്ങിയതാ എൻ്റെ ഈ കഞ്ചാവിനോടുള്ള യുദ്ധം. എന്നിട്ട് അമ്മ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടുകാർ റെയിൽവേ പണിക്ക് വന്ന ഏതോ ഹിന്ദിക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നെ അവർ ഓർഫനേജിൽ ഫ്ലോർ അസിസ്റ്റൻ്റ് അടുത്ത് ആക്കി. പിന്നീട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കണ്ടത് ദൈവൻ്റെ നാടൻ പാട്ടിൽ മാത്രമായിരുന്നു. അങ്ങനെ രാജാവ് യാത്രയായി. എടാ കുറുക്കം പിടിച്ച പോലെ കൂടുതൽ ചുറ്റും കുറച്ച് പപ്പും കൂടെ ഇട്ടേക്കണേ. നല്ല മസ്താനെ, ഈ കോഴിക്കോട് ഇങ്ങനെ പല്ലക്ക് പോലെ ഇങ്ങോട്ട് അത് ഞാൻ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു തന്ത്രമാണ്. കൂടോടെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ കോഴികൾ വോൾവോ ബസ്സിൽ ഒരു ടൂർ പോവുകയാണെന്നുള്ള ഭാവത്തിൽ ഞെളിഞ്ഞന്തം വിട്ടങ്ങനെ നിന്നോളൂ. പിന്നീട് നനഞ്ഞ തോർത്തിട്ട് പിടിക്കുമ്പോൾ വീഗാലാൻഡോ വാഴച്ചാലോ എത്തിയിട്ട് കുളിക്കാൻ ഇറങ്ങുവാണെന്ന് കരുതി ഡീസൻ്റായി കാറാതെ ഒച്ച വയ്ക്കാതെ അങ്ങ് സഹകരിക്കും. ഇനി അഥവാ കാറിയാൽ തന്നെ ഇത് നമ്മുടെ ഭാസ്കരേട്ടൻ്റെ തോട്ടമല്ലേ, പകല് പോലും ഇവിടെ ആരും വരില്ല. ഭാസ്കരേട്ടന് അത്രയ്ക്ക് പേടിയാണ് ഈ നാട്ടുകാർക്ക്. പേടിച്ചിട്ട് തന്നെ അല്ലാണ്ട്. മുമ്പ് ഇതൊരു ശവപ്പറമ്പായിരുന്നല്ലോ. അയ്യോ, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ പ്ലീസ്. പാട്ടിന് തളം പിടിക്കാൻ വേണ്ടി താങ്കൾ പറമ്പിൽ നിന്നെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് നോക്കൂ. ഒരു ഉണക്ക തേങ്ങ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ശരിക്കും നോക്കുന്നേ.
പോട്ടെ തലയിലൊട്ടിച്ച് വെച്ചിരിക്കുന്ന ചത്താക്ക് പറക്കാറായോ? തലതിരിച്ചവന്മാരെ, പറപ്പിക്കോളാം നിന്നെയൊക്കെ. പ്രിൻസിപ്പളുടെ റൂമിലോട്ട് കാണിച്ചു തരാം നിന്നെയൊക്കെ ഞാൻ. കോളേജ് ഹോസ്റ്റൽ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള അനുഭവങ്ങൾ ഓരോന്നായി സംഭവിച്ചു തുടങ്ങി. കായലിന് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടി. അപ്പോഴേക്കും മസ്താനായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നേതാവ്. വൈകുന്നേരങ്ങളിൽ കായലിൻ്റെയും അജുവിൻ്റെയും കളി കണ്ടിരുന്ന വാശികയറ്റിലും പെറ്റുവെക്കുമായിരുന്നു ഞങ്ങളുടെ പ്രധാന നേരം പോക്ക്. കോച്ചില്ലാത്ത സമയങ്ങളിൽ മിക്കപ്പോഴും മസ്താനായിരുന്നു ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അനാഥനായ മസ്താനെ കോളേജിൽ തന്നെ നിർത്താൻ അച്ഛന്മാർ കണ്ടറിഞ്ഞു കൊടുത്തൊരു ചുമതലയായിരുന്നു അത്. പുള്ളിയുടെ ചിലവുകളെല്ലാം കാലങ്ങളായി നോക്കിയിരുന്ന കോളേജ് മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മസ്താൻ്റെ കീഴിൽ കളിക്കാർ എപ്പോഴും ഒറ്റക്കെട്ടായിരുന്നു. ക്ലീറ്റ സംഘത്തിന് പെൺകുട്ടികളിൽ നിന്ന് കണക്കിന് തെറിവിളി കിട്ടിക്കൊണ്ടേയിരുന്നു. അതിനെല്ലാം കണക്ക് തീർക്കുന്നത് ഞങ്ങളോടായിരുന്നു. പതിവ് പോലെ അന്നൊരു ദിവസം എല്ലാവരും റൂമിലേക്ക് എത്തി. ഹോസ്റ്റലിലേക്ക് പേര് ഇറക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അയ്യോ ചേട്ടാ, ഓട്ടം ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ നിന്നെ കൊണ്ട് ഞാൻ തുള്ളിക്കും. ആരൊക്കെ പാടണം ആരൊക്കെ തുള്ളണം തീരുമാനിക്കുന്നേ ഞങ്ങളാ. പറയുന്ന അങ്ങ് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഡാൻസ്. ഇവർക്ക് എന്ത് പണി കൊടുക്കും? ഞങ്ങൾ 3 പേര് നാടകം കളിക്കാം. യേശുവിനെ പറ്റിയ യൂത. ഞാൻ പള്ളിയിൽ കളിച്ചിട്ടുണ്ട്. സൂപ്പർ. ഈ നാടൻ കളി ഞങ്ങൾ പണ്ടേ കണ്ടതല്ലേ. ഇനി അത് വേണ്ട. നീ മാത്രം ഒന്നിനും ചേരണ്ട. നിനക്ക് ഞങ്ങളുടെ വക വേറെ ഡ്യൂട്ടിയുണ്ട്. ഈ കായൽ പോയാൽ പിന്നെ അവന്റെ പൊസിഷനിൽ കളിക്കാൻ വേണ്ടി ഉണ്ടോടാ? ഈ സഞ്ജു അത്യാവശ്യം കളിക്കുവച്ചോ? അങ്ങനെ പറയുവച്ചോ? എടാ, ഈ ഫാദർ പീറ്ററിന്റെ കെയർ ഓഫിൽ ഇവിടെ സ്പോർട്സ് കോട്ടയിൽ കയറി വിദ്വാനാരാണ്? അത് ഞാനാണ്. ഞാനാ. ഏതാടാ ഇനം? ഗുസ്തി. ഗുസ്തി. അതിന്നെ കണ്ടപ്പോഴേ തോന്നി. അമ്മ ഞാൻ എന്നാ അങ്ങോട്ട് പിന്നെ വിളിക്കാം. ശരി. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പറയുന്നതെല്ലാം കേട്ടിരിക്കും, അത്രേ ഉള്ളൂ. എടാ, കഴിച്ചിട്ട് വരാം, എന്നിട്ട് ആ വർത്താനം. എടാ, കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരോടും പ്രയർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോളേജിന്റെയും ഹോസ്റ്റലിന്റെയും ഈ നാടിന്റെ തന്നെയും അഭിമാനമായി മാറിയ ഒരു മിടുക്കൻ ഒരു വിദേശ ക്ലബിൽ കളിക്കുന്നതിന് വേണ്ടി നമ്മളെയൊക്കെ വിട്ട് പോകുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പൊ നാളെ യാത്ര പുറപ്പെടുന്ന കായൽ ആന്റണിക്ക് നമുക്കെല്ലാ യാത്രാമംഗളങ്ങളും ആശംസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഹോസ്റ്റലിലേക്ക് അജുവിനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നത്. അമ്മ മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അജുവിനെ കാണാൻ ഇഷ്ടപ്പെടായിരുന്ന അവൻ്റെ പപ്പയായിരുന്നു അത്. കാണാമെന്നതിലുള്ള അനിഷ്ടം മുഴുവൻ ഡ്രൈവറുടെ മേലവൻ പ്രകടിപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം 2 ദിവസത്തേക്ക് അജു വളരെ മൂടോട്ടായിരുന്നു. ഇനി മേലാൽ അദ്ദേഹം കാണാമെന്ന് അവനെ അറിയിക്കേണ്ടെന്ന് ഞങ്ങളോട് അവൻ പ്രത്യേകം പറഞ്ഞു. സ്പീക്കറിൽ കേൾക്കുന്ന പാട്ടുകൾ സീനിയേഴ്സ് ഇരട്ടി ഒച്ചത്തിലാക്കി. വരാൻ പോകുന്ന ഹോസ്റ്റലിയുടെ പ്രാക്ടീസ് ആണെന്നാണ് കാരണം പറഞ്ഞത്. എന്ത് ചെവിട് പൊട്ടുന്ന പാട്ടാണ്. നിനക്കൊക്കെ വേറെ നല്ലതൊന്നും കേട്ടൂടെ? ഉമ്മാരെ കൊണ്ട് മടുത്തു. ലൂയിസേ, നീ ഉമ്മാരോടൊപ്പം ഇരിക്കുകയാണ്. ആ വയലിനെടുത്തോണ്ട് വാടാ. ജൂനിയേഴ്സ് ഉൾപ്പെടെ പലയിടത്തും റിഹേഴ്സൽ പൊടി പിടിക്കാൻ തുടങ്ങി. ശ്യാമിൻ്റെ ശ്രദ്ധ മുഴുവൻ പാടാനുള്ള പാട്ടിലായിരുന്നു. ക്ലീറ്റസിൻ്റെ കുരുട്ടുബുദ്ധിയിൽ എന്തൊക്കെയോ തട്ടിക്കൂട്ട് പ്ലാനുകൾ നടന്നു. ശരിക്കും പെട്ടത് ലൂയിസായിരുന്നു. വയലിൻ പരിശീലനം പറഞ്ഞ പ്ലാവനാക്കുഴി അച്ഛൻ അവനെ ഇടം മലം വിട്ടില്ല. അങ്ങനെ തയ്യാറെടുപ്പുകൾക്കെല്ലാം ഒടുവിൽ കാത്തിരുന്ന ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ എത്തി. ഇന്നാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഡേ മക്കളെ. അടിപൊളിയാണ്. ഞങ്ങൾ തർക്കണാണെങ്കിൽ വാ. ആണോ? എന്നാ ഞങ്ങൾ വരട്ടെ പ്ലീസ്. ചുമ്മാ പടക്കപ്പരെ കമ്പത്തിലേക്ക് എത്തിച്ചോണ്ട് പോണോ? പയ്യന്മാർക്ക് ജോലി ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരും. കം ഓൺ മാൻ, നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് പേടിക്കാനാ? ഹോസ്റ്റലിലൊക്കെ ചാടാൻ പറ്റും. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലും ഞങ്ങൾക്കുണ്ട്. എന്നാ 7 മണിക്ക് റെഡി ആയിക്കോ. പുറത്ത് വണ്ടി വരും. ഞങ്ങളുണ്ടാവില്ല കേട്ടോ. ഇവളുമാര് വെറും പേടിത്തൊണ്ടികളാ. ഞങ്ങൾ വരാം. ആരുമില്ലല്ലോ. ഇല്ല ഇല്ല, കേറി പോരെ. ഇവിടെ വെച്ചോ, വരുമ്പോ മതി. ഇവിടെ വെച്ചോ. സഞ്ജു, ഇവിടെ. ആ മുഖംമൂടി കെട്ടിയവരൊക്കെ പുറത്തേക്ക് പോയേ. നിങ്ങളുടെ പരിപാടിയാ വന്നാൽ മതി. നിന്ന് വരിക സ്ഥലമില്ല. നമ്മുടെ മുത്തിപ്പോ കുത്തിയിരുന്ന് പഠിത്തമായിരിക്കും. എനിക്ക് ഉറപ്പാ, അവൻ നമ്മുടെ കടത്തിൽ നിന്നെല്ലാം നമ്മളെ വലിച്ചു കയറ്റും. ചെറുക്കനെ അല്ല അച്ഛൻ വരില്ല. അത്ര തീരാത്തത്ര പഠിക്കാനുണ്ട് പോലും. തീർന്നില്ലടാ. കഴിഞ്ഞിട്ട് ഇതും കൂടെ തേച്ച് വെച്ചാണോ? പോക്കടാ.
എന്താണ് നിന്റെ തേപ്പ്? അതെ ഒന്നിന് വേഗം വന്നില്ലെങ്കിൽ ഇത് പ്രയോഗം അറിയും. നീ ഒന്നും കഴിഞ്ഞിങ്ങ് വാ കേട്ടാ. അപ്പൊ എനിക്ക് ഞാൻ രണ്ടും കാണിച്ചു തരാം. എന്തെങ്കിലും എന്റെ കയ്യിൽ വരുവാടാ. ഞങ്ങളുടെ കൂടെ ആകുമ്പോഴത്തേക്കും തിരിച്ചു തന്നേക്കണേ ഇനി ചതിച്ചേക്കല്ലേ. പേടിക്കില്ല ഞാൻ ശരി ശരി ഓക്കെ. എന്റെ കളർ ഇങ്ങനെ ആയിപ്പോലും ഞാൻ എന്ത് ചെയ്യാനാ? എന്തോ ഒരു അപ്പന്മാരെ കൊണ്ടൊന്നും എല്ലാം പണി കിട്ടും. ഏതെങ്കിലും ഒന്ന് അച്ഛന് പിടിക്കണ്ടേ? അതെ ഇവിടുന്ന് സെൽഫി എടുത്ത് കളിക്കാതെ അകത്ത് കയറുന്നില്ലേ? ഇവിടെ വന്നൊന്ന് ഹോസ്റ്റലിൽ ഇരിക്കുന്ന അവളമാരെ കാണിക്കാൻ എന്തെങ്കിലും തെളിവ് വേണോ? ആ ഫോൺ ഇങ്ങട്. നിങ്ങൾ ഇവിടെ വന്നതിന് തെളിവ് പോരെ? ഇതിലും വലിയൊരു തെളിവ് ഞാൻ ഇതിലെടുത്തോണ്ട് വന്നു. ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ പറ്റാതെ അടിച്ചാ പോരാനോ? അടിച്ച് ഓവറാക്കിയിട്ട് എന്നെ അറിയില്ല ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞില്ലേ? എനിക്ക് അമ്മ വന്നോട്ടെ. മസ്താനെ എങ്ങനെയുണ്ടായിരുന്നു? കേട്ടായിരുന്നോ? താങ്ക് യു മസ്താനെ. എന്നാ ഞാൻ അങ്ങോട്ട് പോയി. നിങ്ങളുടെ സമയത്ത് തെളിഞ്ഞു മക്കളെ. ഇന്നു മുതൽ ആരും നിങ്ങൾ വരട്ടാൻ പറ്റില്ല. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ നിന്നേ. എവിടെ തിരിഞ്ഞാലും മുഖംമൂടികളാണല്ലോ. ആരൊക്കെ ഇത്? ഒന്ന് മാറ്റിക്കേ കാണട്ടെ. അച്ഛോ ഇത് ടോമും ബിനു അച്ഛോ. അത് ഈ മാസ്ക് വളരെ ബുദ്ധിമുട്ടിട്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാ തുറക്കാൻ പറ്റത്തില്ല. അടുത്ത അവരെ പ്രോഗ്രാമാ. ഞങ്ങൾ ഇവരെ സ്റ്റേജിലാക്കിയിട്ട് പോ ബിനു വാ. പിന്നെ നിങ്ങൾ ലൂയിസിന്റെ വയലും കേട്ടായിരുന്നു. തകർത്തു അല്ലേ? ഇന്നെല്ലാരും കൂടെ അവന്റെ വയലും തല്ലി തറക്കണം. അതെന്തിന്? ആരാണത്? എന്ത് പറ്റി അവന്? ഒന്നുമില്ലച്ചോ, ആസ്മക്കുള്ള മീൻ മിഴുങ്ങി ഇപ്പൊ തൊണ്ണ കുടുങ്ങിയതാണ്. ഓരോരുത്തനൊക്കെ മീൻ മിഴുങ്ങാൻ കണ്ട സമയം. എന്റെ കുഞ്ചാക്കോന്ന് വേഗം വാ. സംഗതി സക്സസ്. 5 മിനിറ്റ് കാത്തുന്നെങ്കിൽ എന്താ? അമ്പരപ്പിക്കുന്ന തെളിവ് കിട്ടിയില്ലേ? പിടി കൊണ്ടുപോയി കൂട്ടുകാരികൾ കാണിച്ചു കൊടു. അവിടെ നിന്ന് ഇതുപോലത്തെ വല്ല തെളിവ് കിട്ടും. അതെ, നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് വെള്ളത്തിൽ കിടന്നോ മനുഷ്യ? പഠിക്കാൻ വിട്ട പെണ്ണിന്റെ കാര്യം വല്ല ചിന്തയിലുണ്ടോ? ഇടയ്ക്കൊക്കെ കോളേജിലോ ഹോസ്റ്റലിലോ പോയെന്ന് അന്വേഷിക്കേണ്ട മനുഷ്യനെ കാലം കെട്ട കാലമാ. ഒന്ന് പോടി വിവരം കെട്ടവളെ. ഇതൊക്കെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അവൾ എന്റെ മോളാ. കണ്ടവനെ തോളിക്കാരാനോ മേളിയാടാനോ ഒന്നും എന്റെ തറവാട്ടിൽ ആരും പോയില്ലടി. മോളെ ഹോസ്റ്റലിലെ അടിപൊളിയായിരുന്നടി. സ്കൂളോട് തുടങ്ങി രണ്ടും കൂടെ അവിടെ പോയി ഇവിടെ പോയെന്നൊക്കെ. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും കൂടെ ആ വാഴക്കിടയിൽ എങ്ങനെ ഒളിച്ചിരുന്നിട്ട് കയറി വന്നു. Come on, I'll show you. വല്ല ഉടായിപ്പോയിരിക്കും. നോക്ക് മക്കളെ, ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ. കണ്ടോ കണ്ടോ? അയ്യോ ഇതെന്താ? അയ്യേ ഇതാ ജിമ്മിൻ റോണിയല്ലേ? വൃത്തികെട്ടൻ. ഇതെങ്ങനെയാ? ഇതെടുക്കാനല്ലേ നിങ്ങൾ ഇവിടെ വന്നതിന് തെളിവ് പോരെ? ഇതിലും വലിയൊരു തെളിവ് ഞാൻ ഇതിലെടുത്തു തരാം. ഹലോ മിസ്റ്റർ കുഞ്ചാക്കോ, സകല തെളിവ് ഒപ്പിയെടുത്തിട്ട് താങ്കൾ ഉറങ്ങാണോ?
അങ്ങനെ ഹോസ്റ്റലിന്റെ ഗംഭീരമായെങ്കിലും പിറ്റേന്ന് ടിങ്കുവിനും ടീമിന് നല്ല പണി കിട്ടി. അലറിക്കൂവി ഇവനെ ആശുപത്രിയിലേക്ക് ഏറ്റിക്കൊണ്ടുപോയപ്പോൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആസ്മയ്ക്കുള്ള മീൻ മെഴുകിയതാണെന്ന്. ഞാനതൊക്കെ വിശ്വസിച്ചു. ഇനിയും പേരൻസിനെയും കൂട്ടി വന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ കയറിയാൽ മതി. എന്റെ ഒക്കെ വേഷം കേട്ടല്ലോ. എടാ നിന്നോടൊക്കെ ആര് പറഞ്ഞ ആശുപത്രി പോയി തല്ലുണ്ടാക്കാൻ? ഇവനെ കൊണ്ട് ചെന്നപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ ഡ്യൂട്ടി ഡോക്ടർ പറയാ ഇവന് വയറ് നിറച്ച് മോരുവെള്ളം കലക്കി കൊടുക്കാൻ. അതുകൊണ്ടാണ് അച്ചോ വയലന്റ് ആയത്. ഇന്നാളത്തെ പോലല്ല, ഇനിയെങ്കിലും നിനക്ക് മാച്ച് ആവുന്ന ഒരു തന്തയും കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. എടാ നമ്മുടെ ഈ അജുല്ലേ, അവൻ ശരിക്കും ആരാ മോനെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ബൈ ചാൻസിൽ അവന്റെ ലാപ്ടോപ്പിലെ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പോഴല്ലേ അറിയുന്നത്. എടാ അവൻ ദുബായിലൊക്കെ ഗംഭീര മോഡലായിരുന്നു. +2 ഞാനും ഇങ്ങനെയായിരുന്നു. 5ാം വരി വന്നപ്പോ എല്ലാം പോയി. പാസ്സുള്ള കക്ഷിയാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ അജുന്റെ വായിന്നൊന്നും വീണ് കിട്ടുന്നില്ല. അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ്. ദൈവം തമ്പരാന് പോലും അറിയില്ല അവൻ എവിടെന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ആരാണ്ട് നിർബന്ധിച്ച് ചേർത്തോ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് അറിയാൻ അഭിപ്രായം പറയേണ്ടെന്ന്. അവൻ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ തലയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊന്നും ചെയ്യുന്നില്ലേ. അറിഞ്ഞോ, നമ്മുടെ ഈ ശ്യാം റഹ്മാനിന്റെ 2 ദിവസം കൂടെ ഹോസ്റ്റൽ ഉണ്ടാവുള്ളൂ. ആണോ? അതെന്തുപറ്റി? ഹോസ്റ്റൽ റാഗിംഗ് ഒക്കെ കഴിഞ്ഞത്? അതല്ല, കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. ചിലപ്പോൾ ബോധം മറയുന്നുണ്ട്. അച്ഛനും ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. ഒരു ബൈക്കിലാണ് 3/4 മണിക്കൂർ മതിയെന്ന വീട്ടിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചുള്ളൂ ശ്യാമിന്റെ അമ്മയൊന്നും കാണണമെന്ന്. അടുത്ത അവധിക്ക് വരുന്നുണ്ട്. അയ്യോ അത് വേണ്ട, വേറൊന്നുമല്ല. അമ്മ ആരെങ്കിലും പുതുതായി കണ്ട കരച്ചിൽ തുടങ്ങും. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. മുമ്പൊരിക്കൽ പറ്റിയതാ. ശരി, എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല. അപ്പൊ പണ്ടേ കാണാം. ബൈ. ഇലക്ഷൻ കാലത്ത് പാർട്ടിയും നമ്മളും തമ്മിലുണ്ടായ ഒരു ചെറിയ അകൽച്ച, അതാണ് ഈ അനുമതി വൈകിപ്പിക്കൽ. അതിന് നമ്മുടെ ബിൽഡിങ്ങിന്റെ അപ്രൂവൽ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് CTP അല്ലേ, മന്ത്രിസഭയല്ലല്ലോ. അല്ല, ഈ ആഭ്യന്തരമന്ത്രി രാമകൃഷ്ണൻ നാളെ ഒരു പാർട്ടി പരിപാടി പങ്കെടുക്കാനായിട്ട് ടൗണിൽ വരുന്നുണ്ട്. ഞാനിത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തി നോക്കട്ടെ. അതെങ്ങനെ? നേരിട്ട് പോയി കാണാനോ? അല്ല, അദ്ദേഹമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളെ എനിക്കൊരു ചെറിയ പരിചയമുണ്ട്. കോളേജിന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ്റെ വകുപ്പിൽപ്പെടുന്നല്ലെന്ന് പറഞ്ഞ് ആദ്യം ഒഴിയാൻ നോക്കി. പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് സമ്മേളനത്തിനൊന്നു വഴി കോളേജിൽ കയറിയിട്ട് പോകാൻ സമ്മതിച്ചു. പിന്നെ അച്ചോ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ബിയർ കേസ് പ്രതികളോടെ ഇത്തവണത്തേക്കൊന്നും എടാ, അതൊക്കെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ കയ്യിലേക്ക് പോയ കേസല്ലേ? ഞാനതിലെന്നാ ചെയ്യാനാ? അച്ഛനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ പക്ഷെ ഞാൻ നാളെ അവരുമായി പ്രിൻസിപ്പളിന്റെ റൂമിന് മുമ്പിലുണ്ടാവും. പിറ്റേന്ന് ശ്യാം വീട്ടിലേക്ക് മാറുകയായിരുന്നു. ടൗണിൽ പോയി ഞങ്ങളെല്ലാവരും അവനൊരു ചെറിയൊരു പാർട്ടി കൊടുത്തു. അവൻ പോയാലും ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള അവൻ്റെ പ്രിയപ്പെട്ട ചിത്രങ്ങൾക്ക് ഒരു കേടും വരത്തരുതെന്ന് ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. ഹോസ്റ്റലിൽ അവൻ്റെ ലാസ്റ്റ് ഡേ പാട്ടുകളും കുഞ്ചാക്കോയുടെ ചില ഡാൻസ് നമ്പറുകളും ഒക്കെ നേരം വിളിക്കുന്നവരെ നീണ്ടു. അങ്കിളെ, പുതിയ ബൈക്ക് എടുത്തതിന് ഇവനെ കൊണ്ട് ചെലവഴിക്കണം കേട്ടോ. അയ്യോ മക്കളെ, ഇത് തന്നെ ഒരു അധിക ചെലവാ. ഇവന്റെ ബൈക്കിലുള്ള ഈ കോളേജിൽ പോയി വരവ് എന്റെ മനസമാധാനം കെടുത്തുന്നതാണെങ്കിലും ഇവൻ വീട്ടിലുള്ളതൊരു ആശ്വാസം, അതുകൊണ്ട് മാത്രം. അയ്യോ അങ്കിളവൻ ചുമ്മാ പറഞ്ഞതാ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല നമ്പറാ. 12 അല്ലടാ. അച്ഛൻ പറയുന്ന കൂട്ടി നോക്കുമ്പോ 6 വേണ്ടായിരുന്നു. അതോർത്തൊന്നും വിഷമിക്കണ്ട, അവൻ ചോദിച്ചു. നിങ്ങൾ ചെയ്ത തെറ്റെന്താന്ന് പൂർണ്ണമായും മനസ്സിലായോ? ഹോസ്റ്റലിലേക്ക് ബിയർ അടിച്ച് വരാന്തയിലും ഫുട്ബോൾ ഗ്രൗണ്ടിലും വാൾ വെച്ചായിരുന്നു. ടിങ്കു, എത്ര പ്രാവശ്യം പറഞ്ഞു വാളെന്ന തരനാള വാക്ക് പരസ്യമായിട്ട് ഉപയോഗിക്കരുത്. ഫാദർ, അത് മാത്രമല്ല, പുറത്തുനിന്ന് നടക്കുമ്പോ പല ഇരട്ടപ്പേരുകളും വിളിച്ച് ഇവരെ എന്നെ താറടിക്കുന്നുണ്ട്. എന്ത് പേരൊക്കെ? ടിൻറ്റുമോൻ, താറാമുട്ട എന്നൊക്കെ. ആ പേരിന് വിളിക്കില്ല സാർ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നടാ തൽക്കാലം. എന്തായി? മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് താഴേക്ക് നിന്നാലോ? ഹലോ, ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാണോ? സാർ, ഇവന്മാർക്ക് എന്താ ഇവിടെ? ഞങ്ങളുടെ ഹോസ്റ്റലിലെ പഠിത്തത്തിലും സ്പോർട്സിലും മികച്ചവരാ ഈ നിൽക്കുന്നത്. കൂടുതൽ പ്രോത്സാഹനത്തിനായി മന്ത്രിയെ കാണാൻ വെയിറ്റ് ചെയ്യാവര്. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇവരൊന്ന് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തേക്കണം. സാർ, ഇതാണിപ്പോൾ CTP. കറണ്ട് പോയിരിക്കുകയാണ്, AC വർക്ക് ചെയ്യുന്നില്ല. ഓ, അത് സാരമല്ല. ഒരു കാര്യം ചെയ്യും, തിങ്കളാഴ്ച നിങ്ങളാരെങ്കിലും ഒന്ന് തിരുവനന്തപുരം വരെ വാ. CTP-മാർ സിറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. എന്നെ കാണാൻ കുറച്ച് കുട്ടികൾ പുറത്ത് നിൽപ്പില്ലേ, അവരൊന്നും വിളിക്കും. അതെ, മിനിസ്റ്റർ നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. പറയൂ, നിങ്ങളുടെ എന്ത് കാര്യം ഞാൻ പരിഗണിക്കണം? ഇവരുടെ പ്രശ്നം പ്ലീസ് അവർ പറയട്ടെ. ഇവിടുത്തെ ഈ മിടുക്കന്മാരെ പറ്റി ഞാൻ കുറെ കേട്ടു. ഇയാൾ എന്ത് കേട്ടെന്ന്? സാർ, ഞങ്ങൾക്കൊരു ശല്യമില്ലായിരുന്നു പഠിക്കാൻ. കൂടുതൽ ഏകാഗ്രത കിട്ടുന്നൊരു ഹാള് വിട്ട് കിട്ടിയിരുന്നെങ്കിൽ കോളേജിനെ വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. ഉടൻ വേണ്ടത് ചെയ്യാം. ആട്ടെ, ഈ കൂട്ടത്തിൽ സ്പോർട്സുകാരൊക്കെയാ?
ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിലെ വാൾപ്പയറ്റിൽ ഞങ്ങളുടെ എല്ലാ സ്വർണ്ണ പ്രതീക്ഷയാണ് സാർ ഇവൻ. ആണോ? സാറിന്റെ കൂടെ പ്രോത്സാഹനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മിടുക്കന്മാർ, ധൈര്യമായിട്ട് മുമ്പോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നാ പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി പരിശീലനം തുടങ്ങിക്കോളൂ. ഞാൻ അങ്ങോട്ട് വന്നു. ഇത് പറഞ്ഞിട്ട് എനിക്കങ്ങ് പോയാൽ മതിയല്ലോ. സാറാകെ മാറിയല്ലോ. എന്തായിരുന്നു മന്ത്രിയുടെ മുന്നിൽ അവൻ്റെയൊക്കെ പ്രകടനം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇത്തിരി കണ്ണടയ്ക്കുന്നു എന്ന് കരുതി എൻ്റെ തലേ കയറാൻ വന്നാലുണ്ടല്ലോ, ആ ഫസ്റ്റ് ഇയറിലെ അനിൽകുമാറിലായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പം വീട്ടിലിരുന്നേനെ. ഇനി നന്നായി പഠിച്ചോളാം. വാൾപ്പയറ്റോ ഇറങ്ങിപ്പോകണം എൻ്റെ മുന്നിൽ നിന്ന്. ആഭ്യന്തരമന്ത്രിയുടെ മകനാണെന്ന് അധികമാരും അറിയാണ്ട് അത്രകാലം മറച്ചു വെച്ചെങ്കിലും ബിയർ കേസിൽ രക്ഷാനായതോടെ അനിൽ അത്യാവശ്യം ഹീറോ ആയി. ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകനായിരുന്ന ടിങ്കു തോമസ് പൊട്ടംകുളം പ്രത്യേകമായിട്ട് അവൻ്റെ ഹൈ റേഞ്ചിലെ എസ്റ്റേറ്റിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് തൊട്ട് ടിങ്കുവും ഷൈജുവും ജോണും ഒക്കെ ഞങ്ങളുടെ സ്ഥിരം കമ്പനിക്കാരായി. പിന്നീട് പല അവസരത്തിൽ ഞങ്ങൾ ആവർത്തിച്ച ഹൈ റേഞ്ച് ട്രിപ്പുകളുടെ തുടക്കം മാത്രമായിരുന്നു. വീട്ടിൽ നിന്നും പോയി വരാൻ തുടങ്ങിയ ശ്യാമിന്റെ ബൈക്കിലൊട്ടിച്ചിരുന്ന AR റഹ്മാൻ സ്റ്റിക്കർ ക്യാമ്പസിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറിയെങ്കിലും പിന്നീടുള്ള പല ടൂറുകളിലും ശ്യാമിനെയും ഞങ്ങൾ കൂടെ കൂട്ടി. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗമനം ഇല്ലാത്ത അവനെ ഒട്ടും ബാധിക്കാതെ നോക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അവൻ്റെ സംഗീതത്തെ ഞങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പറ്റുമ്പോഴെല്ലാം സ്വന്തമായി ട്യൂൺ ചെയ്ത പാട്ട് പരീക്ഷണങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കലായിരുന്നു അവൻ്റെ പ്രധാന പരിപാടി. കേട്ട പല പാട്ടുകളും നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചിലതെല്ലാം കോപ്പി അടിയാണെന്ന് പറഞ്ഞായിരുന്നു ഈ കുഞ്ചാക്കോയുടെ കളിയാക്കൽ. അവസരം കിട്ടുമ്പോഴൊക്കെ ശ്യാമിൻ്റെ ബൈക്ക് വാങ്ങി ഓടിച്ചു പഠിക്കുക എന്നതായിരുന്നു അന്നയുടെ പുതിയ ഏർപ്പാട്. കണ്ടു നിന്നിരുന്ന് ഞങ്ങൾക്കത് എപ്പോഴും ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ചില രാത്രികളിൽ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് മസ്താൻ ഞങ്ങളെ ഓരോ ഓപ്പറേഷന് കൂട്ടിക്കൊണ്ടുപോയി. ഹോസ്റ്റൽ ഡേക്ക് ശേഷം ഞങ്ങളോടുള്ള കലിപ്പ് തീർക്കൽ ക്ലീറ്റസും സംഘവും അല്പം കുറച്ചെങ്കിലും കുഞ്ചാക്കോയെ മാത്രം വെറുതെ വിട്ടില്ല. തരം കിട്ടുമ്പോഴൊക്കെ അവരിവനെ പൂട്ടി. ഈ ആഘോഷങ്ങൾക്കൊക്കെ ചെറിയൊരു ഇടവേള എന്ന പോലെയാണ് അപ്പോഴേക്കും ഓണാവധി എത്തിയത്. അത് ഇന്നലെ ഒന്ന് തട്ടിയതാ. ഹലോ, ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഇന്നലെ ഒന്ന് കറങ്ങാൻ പോയല്ലോ ചേട്ടാ, കുറച്ച് ലേറ്റ് ആയി വന്നപ്പോ. ഹാപ്പി ഓണം. പോകുന്ന വഴി ടൗണിലെ തുണിക്കടയിൽ കയറി അമ്മയ്ക്ക് സർപ്രൈസായി കൊടുക്കാൻ ഒരു സാരി വാങ്ങണമെന്ന് അനിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇറങ്ങിയ ബാഹുബലി ട്യൂ കൊണ്ട് പിരിയാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും ബാഹുബലി ഹൗസ്ഫുള്ളായി. എല്ലാ അമ്മമാർക്കും എൻ്റെ പക്ക ഒരു ഓണക്കോടി. പിന്നെ ഒരു വട്ടം കണ്ടതാണെങ്കിലും തൊട്ടടുത്തുള്ള ഒരു പഴയ തിയേറ്ററിൽ കളിച്ചിരുന്ന PK കാണാൻ കയറി. മക്കള് വിട്ടോ, ഈ പുന്നാര മോൻ ഒറ്റയ്ക്കൊരു ഷോ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ഇവനെ വിട്ടേക്കാം. നിങ്ങൾ പോയിക്കോ, ഇവർക്ക് എന്നോട് മാത്രമായി എന്തോ പറയാനാ. തലേ ദിവസം രാത്രി അജു ടൗണിൽ പോയി ആരുമായെന്തോ പ്രശ്നമുണ്ടായ കാര്യം പറഞ്ഞതും നെറ്റിയിലെ മുറിവ് പ്ലാസ്റ്റർ ഒട്ടിച്ചതും അപ്പോഴാണ് എനിക്ക് ഓർമ്മയിൽ വന്നത്. എടാ, ഇവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് പോയി അജുവിൻ്റെ ഒപ്പം കൂടിയാലോ? എടാ, എനിക്ക് അവന്മാരെ കണ്ടിട്ട് ഫുൾ കൊട്ടേഷൻ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്റെ ചെറിയച്ഛന് ഇവിടെ പരിചയക്കാരുണ്ട്, വിളിച്ചാലോ? അതൊന്നും ശരിയാവില്ല, അത് അതിനെക്കാട്ടും പുലിവാലാവും. അവന്റെ ചെറിയച്ഛനെന്ന് വിളിക്കണ്ട, മഹാവൃത്തിയേട്ടന്മാരാ. നീ ഇപ്പൊ ആരെ വിളിച്ചേ? ഈ നേരത്തെ എന്നാ കളിക്കാൻ പോവാടാ? അച്ഛോ, അത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ അജുൻ്റെ നേരെ ഇന്നലെ രാത്രി ആരോ വരുന്ന പ്രശ്നത്തിന് വന്നു. ഇപ്പം അത് തിയേറ്റർ വെച്ച് അവനെ പിന്നെ വണ്ടി ഉണ്ടോടാ? പക്ഷേ എല്ലാവരെയും ആവേശം കൊള്ളിച്ചു വന്ന കോട്ടയിലച്ഛൻ്റെ കരാട്ടയോ മസ്താൻ്റെ ഹോക്കി സ്റ്റിക് പ്രയോഗമോ കാണാൻ ആർക്കും യോഗം ഉണ്ടായില്ല. ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് കൊലവറി നടത്തുന്ന അജുവിനെയായിരുന്നു ഞങ്ങൾ കണ്ടത്. വന്നല്ലോ ഹീറോ. ഇനി ഒരു പ്രശ്നം വരാണ്ട് ഞാൻ നോക്കിക്കോളാച്ചോ. പിന്നെ അനിൽകുമാർ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ. അത് സാറിന് സാറിൻ്റെ യൂണിഫോം നിലനിർത്താൻ.
പക്ഷേ ഇനി ഇതിന്റെ പേരിൽ ഇവന്മാർ എൻ്റെ പിള്ളേരുടെ നെഞ്ചത്തോട്ടെങ്ങാനും കയറാൻ വന്നാലുണ്ടല്ലോ ദേണ്ട് ഈ യൂണിഫോം ഞാൻ തൽക്കാലത്തേക്ക് അങ്ങ് അഴിച്ചു വയ്ക്കും. അതിന് അവസരം ഉണ്ടാക്കരുത്. പാടാ പിള്ളേരെ. എന്നാ ഞാൻ ബാക്കിയായിട്ടല്ലോ. കോളേജ് ഇല്ലായിരുന്ന ഒരു ദിവസം പെട്ടെന്ന് ചെറിയച്ചൻ വിളിച്ച് ഞെട്ടാൻ തയ്യാറായി ഹോസ്റ്റലിന് വെളിയിലേക്ക് വരാൻ പറഞ്ഞു. മുരളിയുടെ ചെറിയച്ഛൻ എന്ത് ചെയ്യുന്നു? ക്യാച്ച് പരീസ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒ ആണ്. ക്യാച്ച് പരീസ്? യെസ്. അതെന്തൊരു പേരാ? പിടിച്ചുപറി എന്നാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥമെങ്കിലും ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഞങ്ങളുടേത്. അതിന്റെ ലോക്ക് ബ്രേക്കിംഗ് ഡിവിഷന്റെ സാങ്കേതിക ഉപദേഷ്ടാവാണ് ഇദ്ദേഹം, കണ്ണൻ മേനോൻ. ഇത് ചിപ്പ് ആൻഡ് വൈറ്റില, GAS കട്ടിംഗ് ആൻഡ് റിമൂവിംഗ് സ്പെഷ്യലിസ്റ്റ്. ഹലോ. കേട്ടോ മുരളി, ഇതുപോലുള്ള വ്യവസായ സംരംഭകരാണ് നമ്മുടെ നാടിന്റെ മുതൽക്കൂട്ട്. ശരിയാണ് ചു. പലരും കൂട്ടിവെച്ച മുതലുകളാണ് എന്നും എന്നെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത്. മുരളിയും ഇതുപോലെ മിടുക്കനാകുമല്ലോ അല്ലേ? ഇതുപോലെ തന്നെ വേണോ? പിന്നെ ഇതുപോലൊരു വലിയ മനുഷ്യൻ വന്ന് നിനക്കൊരു കാപ്പി മേടിച്ചു തരാൻ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ആവില്ല മൈസാൻ. പോയി വരൂ. എവിടെ പോയില്ലേ എന്തെങ്കിലും അടിച്ചോണ്ട് വന്നോളൂ. ഈ ഗിറ്റാർ എന്ന് പറഞ്ഞവന് പ്രാന്താ. അനിയ, അതാണോ ഗിറ്റാർ? അത് ഗിറ്റാർ, അതാണ് ഗിറ്റാർ. നല്ല തറവാടി. ചെറിയച്ചാ, ഇതെവിടെ തിരിച്ചു വെച്ചില്ലെങ്കിൽ അച്ഛൻ ഇത് കയ്യിൽ നിന്ന് വിഷമിക്കാതിരി. ഈ ലോക്ക് ബ്രേക്കിംഗ് സ്പെഷ്യലിസ്റ്റുകൾ എന്റെ കൂടെ ഉള്ളപ്പോ ആ സാധനം അച്ഛൻ്റെ റൂമിൽ തിരിച്ചു വെക്കില്ല അത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണ്. പെൻഷൻ കെട്ടി കാശ് മൊത്തം കെട്ടിപ്പിടിച്ചാൽ വീട്ടിലിരിക്കാതെ ജീവിതമൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ ഒരു ബാറ്ററി ചേർത്ത മൊബൈലിൽ ഇതെന്റെ ചിറ്റയുടെ മോൻ സുഗുണൻ, ഇത് ആശാന്റെ ചേട്ടന്റെ മോൻ മുത്ത്. ഇവരുടെ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇനിയിപ്പോ ചെറിയ നേരെ നാട്ടിലേക്കാണോ? അല്ലല്ല, ഞങ്ങൾക്ക് കൊരട്ടിപ്പള്ളി പെരുന്നാൾ കൂടണം. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന നേർച്ചയാ. ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് നേരണം. ചെറിയച്ഛന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട കുഞ്ചാക്കോ പുതിയ ബന്ധം സീനിയേഴ്സിനെതിരെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അല്ലടാ, അടുത്ത ദിവസം തന്നെ അവരെയും കൂട്ടി ആദ്യ ശ്രമം തുടങ്ങി. അമ്മാരുടെ കൂടെ നിൽക്കുന്ന നമ്മൾ അന്ന് ഉടക്കി പിരിഞ്ഞ ബ്രോക്കർ സുഗുണനല്ലടാ. ഇന്ന് വരട്ടിയാൽ മാത്രം മതി. സൂപ്പറാണ്. ഇന്നലെ വടിവാൾ വെച്ച് എന്തായിരുന്നു പരിപാടി? ഇന്നലെ ഞാൻ അവന്റെ കുതികാലങ്ങ് വെട്ടി. ആ വെട്ടിന അവന്റെ കഴുത്തങ്ങ് തെറിച്ചു പോയി. ഇനി ഞാൻ നീ വിളിച്ചാൽ എങ്ങും വരത്തില്ല, പേടങ്ങി. സർവ്വ വളിപ്പന്മാര് സമ്മേളിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് എന്തേലും തറ വർത്താൻ അവന്മാര് പറഞ്ഞ ഞാൻ അതിലും പണി കൊടുക്കാൻ ഇന്ന് നമുക്ക് ആ മൊബൈൽ വീഡിയോ കേസ് അടിച്ചാലോ? മക്കളെ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? പിന്നെ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉരുട്ടി കൂട്ടുന്നേ. നിനക്കൊക്കെ എന്ത് മസിലുണ്ടായിട്ട് എന്താടാ കാര്യം? നിന്റെ മൂട്ടിൽ മുഴുവൻ വൃത്തിയുടെ കാക്കപ്പുള്ളിയില്ല. അത് നീ എങ്ങനെയുണ്ട്? നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഏതു നേരം മഞ്ഞയിൽ തലവെട്ടിപ്പാടുള്ള നിക്കറിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കോളടാ. മാന്യന്മാരുടെ എല്ലാ വള്ളിയും പുള്ളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. വൈകാതെ ആ 6 ക്ലിപ്പും പുറത്തു വരും. നോക്കിയിരുന്നോ? ഞങ്ങള് മാത്രമല്ലടാ, നിങ്ങളൊക്കെ പെട്ടു. ഇനി എന്നാ വിലാസിന്റെ അവിടെങ്ങാനും പോയത്? ആ ബ്രോക്കർ സുഗുണൻ അന്ന് ആ കുഞ്ചാക്കോയോടൊപ്പം കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മിസ്റ്റർ കുഞ്ചാക്ക്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ആ വളിപ്പന്മാരൊക്കെ തലകറങ്ങി അവിടെ ഇരിപ്പുണ്ട്. ആണോ? എങ്കിൽ ബാക്കി കാര്യം ഞാനും ഏറ്റു. മനുഷ്യരുടെ പ്രാന്തെടുത്തിരിക്കുമ്പോഴാണ് അവരുടെ ഒരു മണഗുണ പാട്ട്. പോയൊന്ന് മാറ്റാൻ പറയടാ. പേടിക്കണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? ഇനി ആ പൊണ്ണം കുഞ്ചാക്കോടെ കാല് പിടിക്കാൻ പോണല്ലോ. ദൈവം നിർത്തണ, അത് മാറ്റിയിട്ട് ഇത്. ഓഹോ, ഇത്ര അർത്ഥവത്തായ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടു തുടങ്ങി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. ഞങ്ങൾക്ക് ഇപ്പൊ മരിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട് അച്ചു. ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ചാ പറ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയിട്ട് പഠിക്കാനുള്ളതാ. ഷോക്കടിയേറ്റ അമ്മായി എന്ന സിനിമ സെക്കൻഡ് ഷോ കണ്ടുവരുമ്പോഴാണ് നിങ്ങളുടെ സുഹൃത്ത് ആ സുഗുണം ഞങ്ങളെ പ്രലോഭിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്. വേണ്ടെന്ന് ഞാൻ അമ്മയുടെ 100 വട്ടം പറഞ്ഞു. തോരെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ സെറ്റപ്പിന് ഈ തുക വളരെ കുറവാണ്. ഒരു ഗമയ്ക്ക് വേണ്ടി എല്ലാവരും ചെയ്ത പോലെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ടാണ് ഞാനും വന്ന് ഇറങ്ങി വന്നത്. ചമ്മലോർത്ത് അതിനെപ്പറ്റി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. യുവമാരും ഷർട്ടിന്റെ ഒറ്റ ബട്ടൺ പോലും അവളുടെ റൂമിൽ നിന്ന് അഴിച്ചിട്ടും ഇല്ല.
പക്ഷെ പെണ്ണുങ്ങൾ തത്ത പറയും പോലെ വേണ്ടാത്രത്തെ വള്ളിയും പുള്ളിയും വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇനി വേറെ വല്ല പെണ്ണ് കേസ് ആണോടെ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവളുമാര് പറഞ്ഞ അടയാളങ്ങളൊക്കെ സ്കാനിങ് റിപ്പോർട്ട് നോക്കി പറയുന്ന പോലെ വളരെ കീർത്തിവാ. പക്ഷെ വേറെ എങ്ങോട്ടും ഞങ്ങൾ പോയിട്ടുമില്ല. ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, മാപ്പാക്കണം. നിങ്ങളുടെ ആ സുഹൃത്ത് സുഗണ്ണോട് പറഞ്ഞ് അവൾ പിടിച്ച ഒളി ക്യാമറ CD എങ്ങനെങ്കിലും പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ച് തരണം. എത്ര പൈസ വേണേലും ചിലവാക്കാം, പ്ലീസ്. ശരി പൊയ്ക്കോ. മോനെ മുരളി, സമയം തെളിയുന്നത് കണ്ടോടാ നീ. 1ാം സമ്മാനം അടിച്ച കാരുണ്യ ലോട്ടറി ആരോതെ ഇവിടെ ഇങ്ങനെ തിരികെ വെച്ച് പോയ പോലുണ്ട്. ഏതായാലും നാളെ ഉമ്മാരെ കാണുമ്പോൾ പറയാനുള്ള ഡയലോഗ് നേഹെ മായം വിളിച്ചൊന്ന് പറയാം. പറഞ്ഞോ. ആരായിരുന്നു വിലാസിന്റെ മുറിയിൽ ആദ്യം കയറിയത്? ആ പറട്ടെ ക്ലീറ്റസ്. ഈ ആഴ്ച വീട്ടിൽ പോയി വരുമ്പോൾ എല്ലാവരും കഴിവതും പൈസ സംഘടിപ്പിച്ചോണ്ട് വരാം. പൈസ എറിഞ്ഞാലേ CD കൈ കിട്ടുള്ളൂ, കേട്ടല്ലോ. പോയി മുടിഞ്ഞ ഏറ്റവും കാർഡ് വന്നാൽ പിന്നെ മമ്മി പോലും 5 പൈസ ബാക്കി വെക്കണല്ലോ എന്ന് അടിച്ചു മാറ്റാൻ. അവളമാര് വരുന്നുണ്ട്, മാക്സിമം മീനെയും കാണിച്ചേക്കണേ. നമസ്കാരം സിസ്റ്റേഴ്സ്. സുപ്രഭാതം കൊച്ചിൻ ഡസ്കേഴ്സ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, രണ്ടാമൻ, മൂന്നാമൻ, ലാസ്റ്റ് മാൻ. എന്തിനാണോ എന്നെ നോക്കുന്നത്? നിങ്ങളുടെ വിലാസിനി ചേച്ചിക്ക് സുഖാണല്ലോ അല്ലേ? അതെ, ബാറ്റിംഗ് ഒക്കെ പൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും കണ്ടു. ശരി, പോട്ടെ, ബൈ ബൈ. കണ്ട നമ്മളാ പണ്ടാരത്തിന്റെ റൂമിൽ കയറിയ ഓർഡർ കൃത്യമായി പറയണ കണ്ട. നിങ്ങൾ ഇങ്ങനെ തല്ലുകൂടാ, ധൈര്യമായിട്ടിരി. രക്ഷിക്കാവുന്ന കുഞ്ചാക്ക എന്നോട് ഏറ്റതല്ലേ? ആ പൊട്ടൻ ചക്കന്മാരുടെ പൈസ മൊത്തം നമുക്ക് ആ അഹങ്കാരി വിലാസിനുടെ തലയില് ഞാനൊരു ഉടങ്കൊലുമാരുതി കെട്ടിവെച്ചത്. അപ്പൊ അവള് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഈ സ്കൂട്ടർ എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കും. ഇത് വെച്ച് നമുക്കൊരു കളി അങ്ങ് കളിച്ചേ പറ്റൂ. അതെ, പൂത്ത പൈസയുള്ള വീട്ടിലെ മണ്ടന്മാര്. നമുക്കൊരു 25 ലക്ഷം രൂപ ചോദിച്ചാലോ? അയ്യോ, അത് തീരെ കുറഞ്ഞു പോയല്ലോ. അയ്യോ, അതിൽ കൂടുതലൊക്കെ ചോദിച്ചാൽ റെഡി കാശ് എടുക്കാൻ അവന്മാരെ ഉണ്ടാവോ? ദേ, ആദ്യം കിട്ടുന്ന 15 ലക്ഷം ഞാൻ എടുക്കും. ലാസർ മുതലാളിയുടെ ഫിഷിംഗ് ബോട്ട് പാപ്പി വിൽക്കാനിട്ടിരിക്കുവാ. അത് മേടിച്ച് ഡാഡിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനാ. എന്നാ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട. ഇവന്റെ മമ്മിക്ക് വീഗാലാൻഡും പെങ്ങൾക്ക് ലുലുമാളും കൂടെ ആയാലും. അതാണ് തറവാടി. അയ്യടാ, ദേ ഈ മന്ദബുദ്ധിയുടെ വെള്ളത്തരവും കെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊരു ചായക്കാശ് പോലും കിട്ടത്തില്ല. നമ്മൾ പെടും. ഏതായാലും ഈ പരിപാടിക്ക് ഞാനില്ല. മൂളിപ്പാട്ട് കേട്ടിട്ട് കുഞ്ചാക്കോ നല്ല മൂഡിലാന്ന് തോന്നുന്നു. നമസ്കാരം കുഞ്ചാക്കോ. ഞങ്ങൾ എല്ലായിടത്തും തിരക്കി. ഈ സമയത്ത് കുളിക്കുമെന്ന് കരുതിയില്ല. ഞാനും തീരെ പ്രതീക്ഷിക്കാത്തൊരു കുളിയായിരുന്നു. പോയി നാളത്തേക്കുള്ള പൈസ റെഡിയാക്കി. അച്ഛൻ നാളെ ഫാൻസുകൾ അച്ഛന്മാരും വരണം. നമ്മുടെ മുരളിയാ ടീമിന്റെ വിക്കറ്റ് കീപ്പർ. എടാ നല്ല തീർത്ത കളി കളിച്ചോണം, കേട്ടല്ലോ. ഇവിടെ സ്പോർട്സ് കോട്ടയാണെന്ന് പറഞ്ഞ് കുറെ അമ്മമാര് വന്നിട്ടുണ്ട്. ഒരു ഗുണവുമില്ല. എടാ മുരളി, നാളെ നമുക്ക് കപ്പെടുക്കണം. ഉറപ്പായിട്ടും. എടാ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയി. മിനിസ്റ്ററേയും CTPയും കണ്ടു. നമ്മുടെ ബിൽഡിംഗ് കാര്യത്തിൽ നല്ല പുരോഗതിയുണ്ട്. അതൊക്കെ ശരിയാവച്ചോ. ഭാഗ്യത്തിന് അച്ഛൻ്റെ വരവിനെ പറ്റി പിന്നീട് ആരും ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് നമ്മുടെ പ്ലാവനാക്കുഴി അച്ഛൻ. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെയും അജുവിനെ കാണാൻ അവൻ്റെ ഡാഡി വന്നിരുന്നു. പക്ഷെ അവൻ കാണാൻ കൂട്ടാക്കില്ല. നീ ഒന്നുകൂടെ അവനോടൊന്ന് പറഞ്ഞു നോക്കാവൂ. വലിയ താല്പര്യമില്ലാഞ്ഞിട്ടും പലരും നിർബന്ധിച്ചിട്ടാ അവനോട് പഠിക്കാൻ ചേർന്നിട്ടുള്ളത്. എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കാര്യത്തിൽ അവനെ വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിക്കാതിരിക്കുന്ന ബുദ്ധി തോന്നിച്ചോ. ഇനി അയാൾ വരവ് തുടർന്നാൽ താമസിയാതെ ദുബായിലേക്ക് തിരിച്ചു പോയി കളയുന്ന അവൻ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ കുഞ്ചാക്കോയുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇതിനൊരു 5 പൈസ ഞങ്ങൾക്ക് വേണം. ഇന്ന് അങ്ങനെ അഡ്വാൻസ് കിട്ടിയില്ലായിരുന്നുണ്ടല്ലോ. ചാനലുകാർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് വിലാസിനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ തടഞ്ഞല്ലേ കാണായിരുന്നു. ഫോൺ ചോർത്തൽ നടക്കുന്ന കാലമായതുകൊണ്ട് ഈ ഇരിക്കുന്ന വണ്ടിക്കച്ചവടം എന്ന രീതിയിലേ അവള് സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഹലോ ചേച്ചി, നമ്മുടെ ആവശ്യക്കാർ പിള്ളേർ വന്നിട്ട് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമെന്ന്. ഹലോ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാടാ. ഈ ചൂട് വിലക്ക് എന്റെ വണ്ടിയാന്ന് പറഞ്ഞ ചൂടപ്പം പോലെ കൊത്തിക്കൊണ്ട് പോയ ആൾക്കാർ ക്യൂ നിൽക്കുവാ. കാണോ? വീഡിയോയ്ക്ക് വേണ്ടി വിളിക്കുന്ന ചാനലുകാരെ പറ്റിയാ. അയ്യോ വേണ്ട ചേച്ചി, പൈസ മുഴുവൻ തരുമ്പോ ഒറിജിനലും ഒപ്പം മറ്റേ കോപ്പി ഒന്ന് പുറത്തു തന്നാ മതി. ഇനി എനിക്ക് എന്തിനാടാ ആ പഴയതിന്റെ കോപ്പി? സുഗുണം തന്നെ ഒപ്പിച്ചു തന്ന ഈ ചുമന്ന കുട്ടപ്പൻ എന്റെ കയ്യിലുള്ളപ്പോ. ഏതോ ചുവന്ന കുട്ടപ്പന്റെയും വീഡിയോ അവളെടുത്ത് ഇനി അവന്റെ ക്ലിപ്പും വാട്സാപ്പിൽ വന്നോളും. പൊരിയുന്ന വെയിലത്തും തളരാത്ത ആവേശവുമായി ബെത്ലഹേമിന്റെ ചുണക്കുട്ടികൾ ഗ്രൗണ്ടിൽ തിമിർത്ത് കളിക്കുന്നു. തീപാറുന്നൊരു ഷോട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാര്യം മുരളിയോടുള്ള വാശിക്കാണെങ്കിലും അതങ്ങ് സാധിച്ചു കൊടുത്തേ ക്ലീറ്റസേ. നമ്മുടെ കുഞ്ചാക്കോ ആഗ്രഹം കേട്ടപ്പോ ഞെട്ടിപ്പോയി കുഞ്ചാക്കോ. പക്ഷെ ഒരു സംശയം, താൻ എന്തെങ്കിലും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? കൊള്ളാം. കടപ്പുറത്തെ ചെസ് കളിയുടെ ചാമ്പ്യൻ ഞാനല്ലേ.
പിന്നെയാണോ ഈ മണ്ടന്മാരുടെ കളി? ഞങ്ങളുടെ രക്ഷകനായ കുഞ്ചാക്കോ ഫൈനൽ ക്രിക്കറ്റ് കളിച്ചു 6 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് എടുത്തിരിക്കുന്നു. അത് 1 വിക്കറ്റ് കൂടി എടുത്തിരിക്കുന്നു. തകർപ്പൻ ബോളിംഗ്, ക്ലീൻ ബോൾ. അവസാന പ്രതീക്ഷയായിരുന്ന മാർട്ടിനും ഇത് ഔട്ടായിരിക്കും. ആദ്യ ഇന്നിംഗ്സ് കഴിയുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺസുമായി സെന്റ് ജോസഫ് ഹോസ്റ്റൽ. രണ്ടാമത് ബാറ്റിംഗിന് ഇറങ്ങിയ ഞങ്ങളുടെ ടീമിൽ മുരളി നല്ല ഫോമിലായി. ഏതാണ്ട് ജയിക്കുമെന്ന് ഉറപ്പായി നിൽക്കുമ്പോഴാണ് ക്ലീറ്റസും മറ്റും ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാണ്ട് ഒടുക്കത്തെ ജാടയിലായിരുന്നു ഈ കുഞ്ചാക്കോ. നീ എന്നാടാ ക്യാപ്റ്റനെ പറയുന്നത് കേട്ടാ? ആര് ഔട്ടായാലും അടുത്ത കുഞ്ചാക്കോ ബാറ്റ്. അല്ലെ മറ്റേ കാര്യം ഞാൻ വാട്സപ്പിൽ ഏതാ ഡെയ്സി കേസ് എല്ലാം കെട്ടി റെഡിയാക്കി. ഡപ്പോന് കുഞ്ചാക്കോ അതൊക്കെ കെട്ടണം. മസ്താന്റെ അടുത്ത് കടപ്പുറത്തെ മാസ്റ്റർ ബ്ലാസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഒരു വിധത്തിലെ സംഭവിപ്പിച്ച് ഞങ്ങളെ തെറിയേൽപ്പിക്കില്ലേ? മാനം പോകുന്ന കേസാ. ഇറക്കിയില്ലേ എന്റെ അളിയാ, ഇനിയുള്ള സീനൊന്ന് ഫാസ്റ്റാക്ക്. ആ രംഗം ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. അതെന്താ കേൾക്കുമ്പോ എല്ലാം കേൾക്കണം. ഹാരിസ് പറ. ഇതെന്തിനാ? സ്പീഡുള്ള മാർട്ടനാണ് ലാസ്റ്റ് ഓവർ. സേഫ്റ്റി അല്ലേ പ്രധാനം? ഓ സേഫ്റ്റി. ഇത് വെച്ചില്ലേ ഫ്രണ്ടിലെ പല്ലു വെച്ചേക്കാം. ഇതിനെന്താടെ മൂത്രത്തിന്റെ ഒരു മണം? ആ മാറ്. പുതിയ ഓരോ പരിഷ്കാരങ്ങളെ. ഇതിന്റെ ലാർജ് എടുത്തോണ്ട് വാ. ഇതെന്താ തുണിക്കടേ? ഇതാകെ ഒരു സൈസിലേ ഉള്ളൂ. എന്നാ വല്ല കൊച്ചുള്ളവർ കൊണ്ടുപോയി കൊടു. അല്ല തന്നെ ഇത് വല്ല കുമ്മളേങ്ങാനാണോ? കാറ്റടിക്കുമ്പോ പൊട്ടാൻ. ഇവ ഒരു മണ്ടൻ തന്നെടാ. തകർത്തിട്ട് വരാം. മോർണിംഗ് വന്ന് 3 ബോളേ ബാക്കിയുള്ളൂ. 3 റൺസ് കൂടെ മതി. ജയിച്ചു നിൽക്കുന്ന കളിയാ. എങ്ങാനും തോറ്റ നിന്റെ തലയോട്ട് എടുത്താൽ തബല ഓട്ടും. ശരി. എടാ നിന്നെയാടാ ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കി വിട്ടത്? എടാ മന്ദബുദ്ധി തീറ്റ മത്സരമല്ല. ഊച്ചാളി, നീ അങ്ങനെ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ടാ യൂദാസേ. ആൾക്കാർ എന്നെ നോക്കി കൈയടിക്കുന്നത് കണ്ടോ? എടാ പന്തറിയുന്ന ആ കാലം മാറ്റിനാ. നീ ആ ഹെൽമെറ്റ് എങ്കിലും എടുത്തു വെക്ക്. അവൻ്റെ ബോളല്ല വെടിയുണ്ടയാ. അവന്റെ ഉണ്ട ഇന്ന് ഞാൻ പൊട്ടിക്കും. അത് ഓടാ തീയിൽ കുരുത്ത ഉരുക്കാടാ ഞാൻ. ഉരുക്ക്. എന്തോ നീ വേടാ ഊളെ കൊല പിടിക്കാൻ എന്നെ പഠിപ്പിക്കട്ടാ വേട്ടാവളിയാ. തനിക്കെന്തിനാണ് അധികം പന്ത് എന്ന ഭാവത്തിൽ ജാക്ക പന്തിനെ അവഗണിച്ചിരിക്കുകയാണ്. ആഞ്ഞം കാണിച്ച് പറ്റിക്കാതെ പന്തറിയട തെണ്ടി. അവസാന പന്തിലെ സിക്സർ മതി തനിക്കെന്ന ഭാവത്തിലാണ് ജാക്ക് കണ്ണ് കാണുന്നില്ലടാ. എടാ ആ ചെറ്റ 2 പ്രാവശ്യം ബോൾ എറിയുന്ന പോലെ കാണിച്ച് പറ്റിച്ചടാ. കോതാണ്ട അവൻ 2 ബോൾ എറിഞ്ഞു. നിന്റെ കള്ളിന്റെ ഫിറ്റും അവന്റെ ഒടുക്കത്തെ സ്പീഡും കാരണം ബോൾ കാണാത്ത. അതായിരിക്കും വലത് ചെവിയിൽ ഒരു മൂളല് പോലെ. ലാസ്റ്റ് ബോളാ. കേറി വന്ന് കണ്ണടച്ച് വെച്ചു കൊടുക്ക്. കളി തോറ്റാ അറിയാലോ, എല്ലാരും കൂടെ ശവമാക്കും. മുരളി പണി പാളിയോടാ. എനിക്ക് വേണ്ടി നീ അവിടെ പോയി ഇന്ന് നിൽക്കോടാ. അതൊന്നും നടക്കൂല. ഇത് നിന്നെ ആരെങ്കിലും എനിക്കറിയാം നീ നിൽക്കുന്നില്ല. നല്ല മനസ്സാ. അരിഞ്ഞു കയറി വന്നിട്ട് പോയി ഉണ്ടാക്ക്. എടാ ആ മസ്ത എന്നെ കൊല്ലൂടാ. ഇരു ടീമുകളും ആകാംക്ഷയിലാണ്. ദൈവമേ പുണ്യാളച്ച കണ്ണടച്ചത് വെക്കാൻ പോവുകയാണേ. കൊള്ളിച്ചേക്കണേ. സ്വർണ്ണക്കപ്പ് ബെത്ലഹേമിനോ സെന്റ് ജോസഫിനോ എന്ന് തീരുമാനിക്കുന്ന അവസാന പന്ത് നടക്കണം. ബൗണ്ടറി. മാന്ത്രിക പ്രകടനത്തിലൂടെ സെന്റ് ജോസഫ് ഹോസ്റ്റലിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ബെത്ലഹേം ഹോസ്റ്റൽ. പണി പറ്റിച്ചു. എബ്ഡമൻ കാർഡ് വെക്കാൻ 100 വട്ടം പറഞ്ഞാണ്. അപ്പൊ പറഞ്ഞ് പൊട്ടാൻ കോമളയാണോന്ന് കണ്ടില്ലേ കിടക്കണ കിടപ്പ്. ബോധമറ്റ ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം കുഞ്ചാക്കോയെ ഞങ്ങൾ പുറം ലോകം കാണിക്കാൻ ഇറക്കി. ഏതോ പഴയ ഒന്നില്ലാത്ത സീഡി കൊടുത്ത ക്ലീറ്റസിനെ സമാധാനിപ്പിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ചെന്ന് പൊട്ടത്തരമിൽ പറഞ്ഞു കുത്തിക്കേറ്റി ഞാൻ കൊടുത്തേ. പൈസ കൊടുത്തപ്പോൾ വിലാസിനുടെ ഒറിജിനലും കോപ്പിയും ഒക്കെ കിട്ടി. എന്നിട്ട് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാരും കാണണ്ട. എന്താ എങ്ങനെ ഹാപ്പി അല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങള് പോന്നപ്പോഴും ഇട്ട് നോക്കിയ അടയാളങ്ങളൊക്കെ കണ്ട് ഉറപ്പിച്ചതല്ലേ. എന്തായാലും ആശ്വാസം. ഇനി നമ്മളെല്ലാരും ഒറ്റക്കെട്ടല്ലേ. അപ്പൊ നമുക്കിനി ഒരു സെൽഫി ആയാലോ? സഹോദരി സഹോദരന്മാരെ, ഉഗാണ്ടയിൽ ഉൾക്കവിട കുഞ്ചാക്കോയുടെ ചികിത്സയ്ക്കായി എന്തെങ്കിലും
വന്ന അന്ന് മുതൽ ഞങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരുന്ന സാക്ഷാൽ ക്ലീറ്റസും ടീമും അതിനുശേഷം കല്യാണം ക്ഷണിക്കാനായി ഒരു ദിവസം ഇപ്പോൾ കോളേജിൽ വന്നു. ആ കാർഡ് എടുത്തോ. ഞാനൊരു ഉഗ്രൻ ടൂറിസ്റ്റ് ബസ് ഏൽപ്പിച്ചെന്ന അച്ഛന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്മാർക്ക് അന്ന് എന്തോ അസൗകര്യം ഉണ്ട്. ഞങ്ങൾക്ക് വരാൻ പപ്പ ഡ്രൈവർ ഉൾപ്പെടെ വണ്ടി വിട്ട് തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ. ആണോ? ഉപ്പ ഇത് ശ്യാം, ഞാൻ പറഞ്ഞിട്ടില്ലേ പാട്ടുകാരൻ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെ. ഉപ്പ കല്യാണത്തിന് വരാൻ ഇവന് ചെറിയൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ അമ്മ ഒരു ട്രീറ്റ്മെന്റ് അന്ന് തൃശ്ശൂർക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരും. അങ്കിൾ ഞാനും ഒന്നും ഉണ്ടാവില്ല. ടീമിനെ കൊണ്ടൊരു ഫുട്ബോൾ മാച്ചിന് പോകണം. അന്ന് ഫൈനൽസ് അതാ. ഓ ശരി, കളി നടക്കട്ടെ. ആ പന്ന പരട്ട മുരളി ഇടയ്ക്കിടയ്ക്ക് ഒരു മൊബൈൽ എടുത്ത് വീഡിയോ ഗെയിം കളിക്കുന്നതാണോ? അത് എവിടെയാണോ പാത്തു വെച്ചിരിക്കുന്നത്? ആഹാ, ഓഫാണോ? ഓണാക്ക്. നല്ല ഫോൺ ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കണമെങ്കിൽ ഇതിനകത്ത് എന്തോ കേസ് കെട്ട് കാണും. വേണ്ട സമയത്ത് വിളിച്ചാ ഫോൺ എടുക്കുകയല്ല. എടി മന്ദബുദ്ധി, എന്നാ കളർ വേണോന്ന് ചോദിക്കാനാ ഫോൺ വിളിച്ചേ. അപ്പൊ അവിടെ ഒടുക്കത്തെ ഉറക്കം. ഇന്നാ ഓരോന്ന് തന്നുവിടും. ബ്ലൗസിന്റെ കളർ മാച്ച് ചെയ്യുന്ന സാരി വേണം പോലും. നാട്ടിലെ കട മുഴുവൻ കയറി ഇറങ്ങി. തെളിഞ്ഞു വന്നല്ലോ. എമ്മോ എല്ലിയോ മോളോ? എടാ കള്ളമുത്തേ, ലാസ്റ്റ് ഏതോ മോളൂനെ വിളിച്ചിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നല്ലേ? ഏതായാലും ഒന്ന് മുട്ടി നോക്കിയാലോ? അതും ചുറ്റി നിൽക്കാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്കടി. മുട്ടുവൻ തുറക്കപ്പെടുമെന്നാണല്ലോ. തന്നെയാണല്ലോ. ഇതെവിടുന്ന ബാത്റൂമിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. പതിവില്ലാതൊരു വിളി. മോളോ കുളിക്കുന്നോണ്ടായിരിക്കോ സ്വരം മാറിയിരിക്കുന്നത്? പരക്കനാളിലും പഞ്ചപാവ. അതെ, കറുപ്പ് നിറം എനിക്കിഷ്ടായി. ആ പിന്നെ ആ പല്ലുവിലെ ഹാൻഡ് വർക്കേ ഒന്ന് അമർത്തി ചെയ്തിരുന്നെങ്കിൽ സൂപ്പറായനെ. കുളിച്ചിട്ട് വാ, ഒരു സൂപ്പർ സ്ഥലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശടാ, അപ്പൊ മനസ്സിലൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഫോണിൽ കൂടെ ഉള്ളൂന്ന് മാത്രം. കോവിലകത്ത് ഏതോ തമ്പുരാട്ടി കുട്ടിയാണെന്ന് തോന്നുന്നു. കറുത്ത നിറം, പല്ലുവിലെ ഹാൻഡ് വർക്ക്, അതായത് പല്ലുതേപ്പ്. എന്നെ ഇനി ഇതിലൂടെ കാണുന്ന വല്ല സംവിധാനം ഉണ്ടായിരിക്കുമോ? ഏയ്, ഓക്കെ മോള്, പതിവില്ലെങ്കിലും ഈ ജാക്കിനി കുളിക്കും, പല്ലും തേക്കും, ഒരു സുന്ദര കുട്ടപ്പനാവും. അപ്പോഴേ ശല്യങ്ങൾ എന്ത് കാണിച്ചോണ്ടിരിക്കണോ? ഇനി ഇമാര് ചാഴിയോ ഫോൺ വിളി നടക്കത്തില്ല, പുറത്തു പോവാം. ഇവൻ ഈ നേരത്ത് കുളിക്കാൻ കോളേജിൽ കയറാതെ നീ ഇവിടെ ഒറ്റയ്ക്ക് എന്തെടുക്കുക? വെയിലത്ത് നടന്നെൻ്റെ നിറവെല്ലാം പോയി. ഇനി കുറച്ച് സൗന്ദര്യ ആരോഗ്യം വീണ്ടെടുത്തിട്ടേ ഞാൻ ക്ലാസ്സിലേക്കുള്ളൂ. എവിടെ നോക്കിയടാ? ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് മനസ്സ് തുറന്നാൽ ഒരുത്തൻ്റെ ശല്യം ഉണ്ടാവത്തില്ല. ഈ സാരിക്ക് ബ്ലൗസ് നന്നായി ചേരുന്നുണ്ടല്ലേ? മനുഷ്യനെ പഠിപ്പിക്കുന്നു. അങ്ങോട്ട് മാറിയിരിക്കുന്നു. നോക്കുന്ന മനുഷ്യ സിനിമയിലെ അന്യം കയറിയോ? നിങ്ങളല്ലേ ഇപ്പൊ എന്നെ ഫോണിൽ വിളിച്ച് പ്രേമിക്കാൻ വന്നത്? എന്നിട്ട് ഞാൻ അടുത്തപ്പോ ഗുണ്ടായുസം കാണിക്കുന്നു. എന്റെ പട്ടി വരും, പട്ടി. മറ്റേ പാട് വെച്ചിട്ടാണല്ലോ അവിടെ ഇരിക്കണേ. അല്ലെ പിന്നെ ICU കിടക്കേണ്ടി വരും. ഫോണിൽ കൂടെ ആരോട് കുഞ്ചാക്കോ? മൊത്തത്തിലൊരു ചുറ്റിക്കളിയാണല്ലോ. കൊറിയ ഞങ്ങളും ആന്റിയാ, നിനക്ക് വല്ലതും കൊണ്ടുവരാൻ പറയണോ? കുഞ്ചാക്കോ എടുക്ക. അപ്പൊ ഇതാരാ? ഫോണ് പൊക്കിയവനായിരിക്കും. ഹലോ മോളു, ഇവിടെ മൊത്തം ശല്യങ്ങളാ. നാളെ 3 മണിക്ക് കാളമുക്കിനടുത്തുള്ള മണീസ് ലോഡ്ജിൽ വരുമോ? അവിടെ വെച്ച് നമുക്ക് ഹൃദയം കൈമാറാം. ഇത് കോവിലകത്തുള്ളതല്ല, കോവളത്തെ ഏതോ കോളനിയിലുള്ളതാണെന്ന് തോന്നുന്നു. ക്രിസ്മസ് അവധി തുടങ്ങിയപ്പോൾ എങ്ങോട്ടും പോകാനില്ലായിരുന്ന ചിലർ മാത്രം ഹോസ്റ്റലിൽ ബാക്കിയായി. മേരി ക്രിസ്മസ്. വെക്കേഷന് കേരളത്തിൽ വരായിരുന്ന മായയുടെ പാരൻസിന് എന്തോ പെട്ടെന്നുണ്ടായ ചില കാരണത്തിൽ വരവ് ഒരു മാസത്തേക്ക് നീട്ടേണ്ടി വന്നു. അതുകൊണ്ട് നേഹയുടെ വീട്ടിലായിരുന്നു മായയുടെ അവധിക്കാലം. സ്വന്തം നാട്ടിലും കുഞ്ചാക്കോയെ കഷ്ടകാലം വിടാതെ പിന്തുടർന്നു. അകത്തേക്ക് പോകണ്ട, പേശാൻ ആൾക്കാരാ. പിരിവും കൊണ്ടേ ഞാൻ വരൂ ക്രിസ്മസ് പാപ്പ നോക്ക്. വേണ്ട ചെറുക്ക, ഇത് ജാക്കങ്ങളാടാ.
പറഞ്ഞാലടാ മോന്ത കാണിക്കണ്ടെന്ന് മൂളിച്ച കേക്കണ്ട. എന്താടാ വല്ല പിരിവും കിട്ടിയാ? നല്ല കനത്തില് കിട്ടി. മമ്മി ഇത് റോണി വിക്കി പപ്പ ഇതാണ് ഞങ്ങളുടെ ടീം. എല്ലാരെയും പറ്റി വേണ്ടത് കേട്ടിട്ടുണ്ട്. ഞങ്ങള് ഒരു കസിന്റെ കല്യാണത്തിന് പോവുക. എന്നാ പിന്നെ പോണ വഴിക്ക് ഇവരെ കൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാന്ന്. അയ്യോ ഇവന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ? ഓ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ മക്കളെ. ധൈര്യമായിട്ട് വിട്ടു. എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള സ്വരങ്ങൾ. എവിടെ നിന്നായിരിക്കും? ഓർത്താ ചിലപ്പോ കിട്ടുമായിരിക്കും. എന്നാ നീ ലേറ്റ് ആക്കണ്ട. ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഉറങ്ങാണ്ട് ഓടിക്കുന്നല്ലേ? ബൈ ബൈ. അധികം താമസിയാതെ ഇവരും തിരിച്ചു. മാഹിയിലെത്തിയപ്പോൾ ചിലർ അവിടുത്തെ വിലക്കുറവ് മുതലാക്കി. ചിലർ അടുത്തുള്ള പള്ളിയിൽ കയറി. കുറെ കഴിഞ്ഞ് എവിടെ എത്തിയെന്നറിയാൻ ഞാൻ വിളിക്കുമ്പോൾ വണ്ടിയിൽ പാട്ടും ആഘോഷത്തിനൊക്കെ ശേഷം പലരും തളർന്ന് ഉറക്കം തുടങ്ങിയിരുന്നു. കുഞ്ചാക്കോ കട്ടനടിക്കുന്നേ ആ തട്ടുകടയെന്ന് വേണമെങ്കിൽ എഴുന്നേറ്റ് വാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിശക്കുന്നെന്ന് പറയും. വേണ്ട, നിങ്ങൾ പോയിക്കോ. ചേട്ടാ എവിടെ കൊടുക്കും? ചൂട് ദോശടാ. അടുത്തോ എടുത്തോ. ഞങ്ങൾ ഇരിക്കുമ്പോ അവർക്ക്. ചേട്ടാ ചേട്ടോ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ഒന്നും ഇപ്പൊ തരും എടുക്കണ്ട്. അധികം താനാരാ? സത്രം പാവല നീക്കറിയില്ലടാ. അറിയിച്ചാലേ കോപ്പത്തിരിക്കും. മനസ്സിലായടാ? വിട്ടുപോടാ. അളിമാരെ നമ്മുടെ മനുവായിട്ട് എടുത്ത കടയിൽ വെച്ച് കടയിൽ തന്നെ ഒരു ചെറിയ പണിയുണ്ട്. വാ ഒരു ഡബിൾ വിളിച്ചേ. മോന് പച്ചമുട്ട കുളിച്ച് ഇഷ്ടാണോ? ഒരെണ്ണം കൊടുത്തേ. വന്നിരിക്കടാ. അവിടെ ഉണ്ടായിരുന്ന തട്ടുകട എന്തി കാണാൻ? അത് നമ്മുടെ മെട്രോ റെയിൽവേയുടെ ആൾക്കാർ വന്ന് പൊളിച്ചു മാറ്റി. നമ്പർ വണ്ടി നിർത്ത്. ഏതോ കാറുകാരൻ വട്ടം വെച്ചാന്ന് കേട്ടത്. അവൻ നിർത്താതെ പോയി. ചെറുക്കനാ പോസ്റ്റ് പോയി തലടിച്ചിട്ടുണ്ട്. പെണ്ണ് പുല്ലിൽ വീണതുകൊണ്ട് വലിയ പരിക്കില്ല. എല്ലാം അവിടെ വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ എല്ലാം റെഡി ആയിരിക്കും. അതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹോസ്റ്റൽ കൂടുതൽ ആരോടൊന്നും പറയുന്നില്ല. നീ അവരോടൊന്നും പോണേ. ശരി.
പ്രശസ്തനായ ന്യൂറോ സർജനായിരുന്നു ശ്യാമിനെ നോക്കിയ ഡോക്ടർ സുധീഷ്. അദ്ദേഹം അവൻ്റെ കാര്യത്തിൽ എന്തു പറയുന്നതായിരുന്നു കാത്തിരുന്ന് ഞങ്ങളുടെ എല്ലാം ആകാംക്ഷയും പ്രതീക്ഷയും. ഈ ഡോക്ടർ സുധീഷിൻ്റെ ഒരു പരിചയക്കാരനാണ്. പുറമേക്ക് വലിയ പരിക്കൊന്നുമില്ല, പക്ഷേ നാളത്തെ സ്കാൻ റിപ്പോർട്ടൂടെ വന്നാലേ എന്തെങ്കിലും പറയാനൊക്കത്തുള്ളൂ. കുറച്ച് പൈസ ഞാൻ അയ്യോ ഇപ്പോൾ വേണ്ടച്ചോ, ഇവിടെ വേണ്ടിടത്തോളം അടച്ചു കഴിഞ്ഞു. ഹാരിസ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കരുതിയാ വന്നത്. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ശ്യാമിൻ്റെ അച്ഛനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അവൻ്റെ അമ്മയെ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്ക് ആരും എത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിൻ്റെ തലേദിവസം പൂൾ സൈഡിൽ വീണ് കൈ ഒളിക്കുന്ന അന്നയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവളെ ഇടയ്ക്കൊന്ന് വിളിച്ചേക്കണം. അവളാകെ ഇന്നലെ ഇടിച്ചിട്ടിട്ട് പോയത് നീലയിൽ സ്റ്റിക്കർ ഒടിച്ച ഒരു റാലിക്കാരായിരുന്നു. സമാധാനമായിട്ട് ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആക്സിഡൻറ്റിന് ശേഷം 28ാമത്തെ ദിവസം ശ്യാമിനെ റൂമിലേക്ക് മാറ്റി. അവൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയോടെ ഡോക്ടർ സുധീഷ് എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഗുഡ്. സർജറിയുടെ ആവശ്യമില്ല. ഇതിൽ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. സോ റിലാക്സ്. ഓക്കെ ഡോക്ടർ. ഇന്ന് ഹാരിസ് ആണോ ഇവിടെ? അതെ. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ മാറി മാറി ഞങ്ങൾ അവന് കൂട്ടിരുന്നു. 1 മാസത്തോളം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാവുന്നതായപ്പോൾ ഡോക്ടറെ ഞങ്ങളെ വിളിപ്പിച്ചു. കൊണ്ടുപോയാലും ശ്യാമിൻ്റെ കാര്യത്തിൽ തുടർന്ന് പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. ശ്യാമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അങ്കിൾ പറയുന്നത്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വകാര്യതകളൊക്കെ ഇല്ലേ? അവൻ്റെ ഒരു പക്വതക്കുറവ് കൊണ്ട് സംഭവിച്ചതിന് നിങ്ങളെല്ലാവരും കൂടി അവിടെ നോക്കിക്കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ അവധിക്ക് പോലും പോകാതെ എത്ര നാളാ? അങ്കിൾ ഇതാരുടെയും പക്വതക്കുറവൊന്നുമല്ല, സംഭവിക്കാനുള്ളതായിരുന്നു. അത് അഥവാ പക്വതക്കുറവാണെങ്കിൽ തന്നെ അത് ശ്യാമിൻ്റെ അല്ല, എൻ്റെ അങ്കിൾ. എന്താ സംഭവിച്ചെന്നുള്ളത് അങ്കിൾ അറിയണം. ഞങ്ങളന്ന് തൃശ്ശൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ച് ദൂരമായി കാണും. ഏതോ ഒരുത്തൻ പിന്നാലെ ഉണ്ടല്ലോ കുറേ നേരമായിട്ട്. ഉറക്കമില്ലാത്ത ഏതെങ്കിലും പൂവാലിനായിരിക്കും. സജു വണ്ടി ഒന്ന് ഒതുക്കി. എന്നാലും ശ്യാം ഇത്ര ദൂരത്ത്, അത് ഒറ്റയ്ക്ക് ബൈക്കേല്? അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പോന്നപ്പോ അമ്മയുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയി. പോയി ബൈക്കിൽ അത് എടുത്തോണ്ട് പോന്നു. നിങ്ങൾ അവിടുന്ന് തിരിച്ച കാര്യം മായ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഒപ്പം പോകാമെന്ന് കരുതി. ഇനി ഒറ്റയ്ക്ക് അവിടെ വരെ ബൈക്ക് ഓടിച്ച് അതൊന്നും കുഴപ്പമില്ല. അതെ, ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞാൻ ശ്യാമിന്റെ ഒപ്പം കേറിയാലോ? പോവനെ അവിടെ നിന്ന്. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? വണ്ടി കയറി. ഒടുവിൽ ഇവള് വല്ലാതെ നിർബന്ധിച്ചപ്പോ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തില് ഞാനാണതിന് സമ്മതിച്ചത്. അങ്കിൾ കുറെ നേരത്തേക്ക് ഇവർ മുമ്പിൽ കയറിയും ഞങ്ങളെ കയറ്റി വിട്ടും എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഇവരെ കാണാതായി. അല്പം ടെൻഷനായ ഞങ്ങൾ കുറച്ച് സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ അവനെ കൈയൊഴിഞ്ഞ പിന്നെ ഞങ്ങൾ എന്ത് കൂട്ടുകാരെ? അങ്കിൾ അവനെ കൊണ്ടുപോയിക്കോ, പക്ഷെ ഇപ്പോഴല്ല. അവന് സംസാരിക്കാനും നടക്കാനും ഒക്കെ ആവുമ്പോൾ. അതുവരെ എന്തിനാ വെറുതെ അമ്മയും കൂടി വിഷമിപ്പിക്കാൻ? ശ്യാമിൻ്റെ അല്ല, അന്നയുടെ കൈപ്പടവിൽ നിന്നാണത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ അച്ഛൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ ശ്യാമിന് അച്ഛനല്ലാതെ ബന്ധുക്കളാരും ഇല്ലേ? അവരുടേതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഇവർക്കോ ഇവരുമായി ബന്ധുക്കൾക്കോ ഒരടുപ്പവും ഇല്ലായിരുന്നു. ശ്യാമിൻ്റെ അച്ഛൻ അനുവാദം കിട്ടിയ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്ന കോളേജ് മാനേജ്മെന്റിന്റെയും ഹോസ്റ്റൽ അധികാരികളുടെയും സമ്മതം മേടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ചർച്ചകളും ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. തളർന്നു കിടക്കുന്ന ഒരാളെ പരിപാലിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരു ആരംഭ ശൂരത്വം മാത്രം ആവരുത്. ഒരിക്കലും ഇല്ലച്ചോ. ഇനി അവൻ്റെ മനസ്സ് പതിയുന്ന മുഖങ്ങളും ചിത്രങ്ങളെല്ലാം അവനെ സന്തോഷപ്പെടുത്തുന്നത് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ ഡോക്ടറോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്തേക്ക് അവനെ. അമ്മയ്ക്ക് ഇതുവല്ലോ അറിയോ? ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയിട്ടുണ്ട്. ടെമ്പററി ട്രെയിനിങ് വേണ്ടി പുറത്തു പോയിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിനാൽ പ്രിൻസിപ്പലിനോടും മാനേജറിനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഗെയിംസ് റൂം വൃത്തിയാക്കി എടുക്കാം. എന്നാ പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങടാ. അല്ലേ തുടങ്ങിയച്ചോ? ശ്യാമിനെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രധാന കാര്യം അവനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എപ്പോഴും ഹാപ്പിയായി നോക്കണമെന്നായിരുന്നു. അതിനായി ഞങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്തു. അവനെ ചിരിപ്പിക്കാൻ ചില കോമാളിത്തരങ്ങൾ ഉൾപ്പെടെ. നീ പോയോ? ഇപ്പൊ നല്ലൊരു ആശ്വാസം. മസ്താനത്തെ റൂമിൽ വൃത്തിയോടെ ഒട്ടിക്കുന്നു. അത് മാത്രം എടുക്കണ്ട. ഇനി പണ്ട് മുതലേ അവൻ ഞങ്ങളതിൽ തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല.
ഓക്കെ ടേക്ക് കെയർ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഞങ്ങളുടെ ഹോസ്റ്റലും പൂർണ്ണ മനസ്സോടെ ശ്യാമിനെ സ്നേഹിച്ച എല്ലാവരും ചേർന്ന് അവനെ അങ്ങ് ഏറ്റെടുത്തു. ഒരു പൊടിക്ക് ലെഫ്റ്റ്. ഓക്കെ ഡൺ. ഓരോരുത്തരായിട്ട് ഇറങ്ങി വാ. കത്തിപ്പാറ കുസുമം വേറെ മൂന്നാമത് അത് തീരുമാനമുള്ളടാ. അയ്യോ ഇതെന്നതാടാ ഇവിടെ ഒരു ബക്കറ്റ് സമ്മേളനം. ഷ്യാമിൻ്റെ റൂം ക്ലീൻ ചെയ്യാനും തുണികൾ അലക്കാനും ഒരാളെ കിട്ടിയേക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുള്ള ആളെ കൊണ്ടുവന്നതാ തെയ്യാള്. ഈ പുറത്ത് കിടക്കുന്ന 3 ഓട്ടോറിക്ഷയിലോ? അത് ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണേ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യില്ല ഫാദർ. ചിലപ്പോ ഒരാളും കൂടെ ഇപ്പൊ വരും. ആ വന്നതൊക്കെ മതി. എന്താ ഇവരുടെ പേര്? മടലുണങ്ങിയ പോലുണ്ട്. ഇവര് മതി, വേറെ ആരും വേണ്ട. ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടേരെ, അല്ലെങ്കിൽ ഇവിടെ വേറെ കോമ്പറ്റീഷൻ കൂടും. എടാ ഞങ്ങളൊന്ന് കോളേജ് വരെ പോയിട്ട് വരാം. ചേച്ചി 11:30 മെസ്സിന് ജ്യൂസ് റെഡിയാക്കി തരും. അതിനൊപ്പം ദേ ഇരിക്കുന്ന ഗുളികയും കൊടുത്തേക്കണം. നിങ്ങൾ അടിക്കണ്ട മക്കളെ, ധൈര്യമായിട്ട് പോയിച്ചുമ്പാ ചെല്ലി. ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ക്യാമറ നോക്കി കൈ കാണിച്ചാൽ മതി കേട്ടോ. ജോലിക്കെടുത്ത മടവണ ചേച്ചി ഞങ്ങളില്ലാത്തപ്പോൾ ശ്യാമിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കി. ക്ലാസ്സിലിരിക്കുമ്പോൾ പോലും റൂമിൽ കിടക്കുന്ന ശ്യാമിലായിരുന്നു ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും. എന്നാ ഇനി ചേച്ചി പൊക്കോ. അപ്പൊ ശരി, നാളെ കാണാം മക്കളെ. ഗുഡ് നൈറ്റ്. ശ്യാമിൻ്റെ പ്രത്യേക അവസ്ഥ മനസ്സിലാക്കുകയും ഞങ്ങൾ അവനോട് കാണിക്കുന്ന ആത്മാർത്ഥതയെ എന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വന്ന ഡോക്ടർ അവൻ്റെ ആത്മവിശ്വാസം കൂട്ടാൻ ഒരു അതിഥിയും കൂട്ടി ഹോസ്റ്റലിൽ വന്നു. ഇതിലും മോശാവസ്ഥ തരണം ചെയ്ത ഒരു മുൻ പേഷ്യൻ്റ് ആയിരുന്നു ഒപ്പം. ശ്യാം, ഇതാ ഞാൻ അന്ന് പറഞ്ഞ അഞ്ജുല. ഒരു ആക്സിഡന്റിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് അഞ്ജുവിനെ എത്തിക്കുമ്പോൾ ശ്യാമിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഈ അഞ്ജു. പഠിത്തത്തിലും പ്രസംഗത്തിലും മിടുക്കിയായിരുന്ന നമ്മുടെ അഞ്ജുവിന് ഒരു വലിയ സുഹൃത്തുണ്ടായിരുന്നു. ആരായിരുന്നു അതെന്നറിയാവോ? അദ്ദേഹമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ജീവിതത്തിലേക്ക് അഞ്ജുവിനെ തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ ഒരു പരിധിവരെ സഹായിച്ചത് അദ്ദേഹം അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്ന പ്രസംഗങ്ങളായിരുന്നു. അത് കേൾപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നീട് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്. അവൻ്റെ തിരിച്ചുവരവിന് പ്രതീക്ഷ കൈവിടാതെയുള്ള ശ്രമങ്ങൾ തുടർന്നേ പറ്റൂ എന്നായിരുന്നു ഡോക്ടർക്ക് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു. അതിനായി ഡോക്ടർ നിർദ്ദേശിച്ച ഏറ്റവും പ്രധാന മാർഗം സംഗീതം തന്നെയായിരുന്നു. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന റഹ്മാൻ ഹിറ്റ്സ് അതിനായി ഞങ്ങൾ പരമാവധി ഉപയോഗിച്ചു. അതും ഗുണം ചെയ്തിട്ടെന്ന പോലെ അടുത്ത ആഴ്ച ഒരു ദിവസം ഞങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ പറയണ പോലെ മനസ്സിലാവണ്ട. എന്താ പ്രശ്നം? ഞാൻ നോക്കാൻ ഗുണം കണ്ടാ മക്കളെ? 3 ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ കയ്യെ പിടിച്ച് ഒരു നെക്ക്. ബാക്കി ചേച്ചി കുടിച്ചോളേ, കണ്ണുകൊണ്ടും കാണിച്ച്. മൊത്തം ഒറ്റയ്ക്ക് കുടിച്ചപ്പോ ഒരു തുള്ളി എങ്കിലും എനിക്ക് നല്ലതായിരിക്കും അവൻ പറഞ്ഞേ. നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അല്ല എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ? അത് ശ്യാമൊന്ന് കയ്യണക്കയിലൂടെ നേടുവാൻ പോകുന്നതായി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അതൊരു ആഘോഷമാക്കി മാറ്റുവാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. സോനുവിൻ്റെ വാട്ടർ ഡ്രംസ് ഉൾപ്പെടെ പല കലാപരിപാടികളും അവൻ്റെ മുന്നിൽ അരങ്ങേറി. ആഘോഷങ്ങൾ അവൻ്റെ മനസ്സിൽ ആവേശം നിറയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. ഇത്തരം കേസുകളിൽ സംസാരശേഷി ആദ്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് കൂടുതൽ നല്ല ലക്ഷണമായെന്ന് ഡോക്ടർ ഞങ്ങളോട് മാത്രമായി പറഞ്ഞു. ഫിസിയോതെറാപ്പി ആയിരുന്നു അടുത്ത പടി. കോളേജ് ഉള്ളപ്പോൾ ശ്യാമിനെ ഞങ്ങൾ കേൾപ്പിച്ചു പോകുവാനും സ്വയം ഏറ്റെടുത്ത് അവനോടൊപ്പം ചെലവഴിക്കാനും മസ്താൻ ഉൾപ്പെടെ കുറേ പേരുണ്ടായിരുന്നു. പക്ഷെ വേറെ ചിലരാവട്ടെ ഈ പേരും പറഞ്ഞ് കോളേജ് ഒഴിവാക്കി അവൻ്റെ റൂമിൽ ചുറ്റിക്കൂടി. എടാ കുഞ്ചാക്കോ, അവന് ഇഷ്ടപ്പെടുന്ന ചാനലാകുമ്പോൾ പറയണേ. നിന്നെ ആവേശത്തിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളും കാഴ്ചകളും കാണിക്കണമെന്നാ ഇപ്പോൾ ഞങ്ങളുടെയും ഡോക്ടറുടെയും ചിന്ത. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടാ? ഈ ചാനൽ മാറ്റട്ടെ. ഈ ഇടി കണ്ടവൻ കണ്ടു, അത് ഉറപ്പാണ് ഇല്ലടാ. എന്നിട്ട് കണ്ണോടാ ചോദിക്കാനാ മാറ്റത്. അങ്ങനെ ഇരിക്കട്ടെ. കറണ്ട് പോവല്ലേ? മതി, ഇത് മതി. ഇവന്റെ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം, എനിക്കും കേൾക്കാം. ആര്
ആൾക്കാര് നന്നായോ? വെറുതെ കണ്ടാൽ മാത്രം പോരാ, കണ്ടത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കണം നിങ്ങൾ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ പിന്നെ അവസരം കിട്ടാഞ്ഞിട്ട്. ഈ അവസരം ഞാൻ ഉണ്ടാക്കി തരണം. ചെല്ല, പരീക്ഷയാ വരുന്നത്. മാറിക്കടാ. ഇവനെയും കൊണ്ട് നടന്നുള്ള ഈ പാട്ടുവാഘോഷമൊക്കെ കൊള്ളാം. പക്ഷെ 10-15 ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ് വരുന്നത്. വല്ലതും പഠിക്കാനും കൂടെ നോക്കുന്നുണ്ടോ? അച്ഛൻ കണ്ടോ, ഞങ്ങൾ പഠിക്കുകയും ചെയ്യും, ശ്യാമിനെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുകയും ചെയ്യും. മതി. നീയല്ലേ കുറെ പഠിക്കും. കോളേജിന്റെ പടി കണ്ടിട്ട് വർഷങ്ങളായി. തുടർന്ന് വന്ന പരീക്ഷ കണ്ടോ വെച്ചോ, കുരുത്തങ്കട്ട പിള്ളേരാ, ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇനിയൊരു എക്സാം കൂടെ ബാക്കിയുള്ളൂ. ചിലപ്പോൾ ആ പയ്യൻ ഒറ്റ വരി പോലും എഴുതിയും കാണത്തില്ല. പക്ഷേ ഇവരുടെ ഈ ശ്രമം കൊണ്ട് അവൻ്റെ തിരിച്ചു വരവിനുള്ള സാധ്യത 10 ഇരട്ടി കൂടുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് വേറെ ഉണ്ട് നേട്ടങ്ങൾ. ബുക്ക് തുറക്കാൻ പോലും അറിയാതെ സ്പോർട്സ് കോട്ടായി വന്ന പലരും വലിയ കുഴപ്പമില്ലാതെ പരീക്ഷ എഴുതി. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെ ഉണ്ടായിരുന്നടാ പരീക്ഷ? സമയം കഴിഞ്ഞില്ല ചോ. നിനക്കല്ലേ? നിന്റെ മോന്തയ്ക്കുന്ന കുന്തോന്നെടുത്ത് മാറ്റിക്കടാ. നീ ആ കോൺട്രാക്ടർ വക്കച്ചൻ്റെ ഒറ്റ മോനല്ലേ? അതെ. എന്തുവാടാ നിന്റെ പേര്? ഡാനിഷ്. മോനെ ഡാനിഷേ, നീ പെട്ടെന്ന് വാനിഷ് ആകാതിരിക്കാൻ വേണ്ടി പറയുക. വെറുപ്പിക്കലാണെന്ന് തോന്നരുത്. എടാ, നമ്മുടെ നാട്ടിലെ റോഡിന് പറ്റാത്ത കുതിരശക്തി കൂടിയ വണ്ടികളായതൊക്കെ. നീയൊക്കെ നാട്ടുകാരെ കാണിക്കാൻ ഇതേ കയറി 100-ലും 150-ലും ഒക്കെ മിന്നിക്കും. എന്നിട്ട് വല്ല ഗട്ടർ കാണുമ്പോഴോ പട്ടി വട്ടം ചാടുമ്പോഴോ വെട്ടിക്കും. എതിരെ വരുന്ന പാവം ബസ്സുകാരൻ്റെയോ ടിപ്പറുകാരൻ്റെയോ ട്രിപ്പും മുടങ്ങും, പിറ്റേന്ന് കോളേജും മുടങ്ങും. പരിഷ്കാരങ്ങൾക്കൊന്നും ഈ പാതിരി എതിരല്ലടാ. പക്ഷേ യഥാർത്ഥ ഗോഡ്സ് ഓൺ കൺട്രി നേരത്തെ കാണണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ പതുക്കെ സൂക്ഷിച്ച് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് നടന്നണം, കേട്ടല്ലോ? ആ കാറ് തട്ടിച്ച് പോയതിന്റെ ഡീറ്റെയിൽ തുടർന്ന് കിട്ടും. നമുക്ക് പോലീസുകാരെ കൊണ്ട് പൊക്കിച്ചാലോ? എന്താ കാര്യം? ഇനി ഇടിച്ചെന്ന് തന്നെ അവനെ പൊക്കിയിരുന്നെങ്കിൽ പോലും മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്യാ ശ്രമം വെറും 2500 രൂപ കെട്ടിവെച്ചാൽ തീരും. നമ്മളെ നാട്ടിലൊരു നിയമങ്ങൾ. ഇന്ന് പകല് ഇവിടെ ഒരുത്തനും ഇല്ലാതിരുന്ന സമയത്ത് കടക്കാർ ഓട്ടോറിക്ഷയിൽ കൊണ്ടിറക്കിയ സമ്മാനമായത്. ആരാടാ ഈ തെങ്ങേറ്റ മെഷീൻ ഇങ്ങോട്ട് ഓർഡർ ചെയ്ത്? ആരാന്നാ ചോദിച്ചത്? അതച്ചോ, ശ്യാമിന് കരിക്ക് കൊടുക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം തെങ്ങി കയറേണ്ടി വന്നു. ഇപ്പോൾ പൊക്കമുള്ള തെങ്ങല്ലേ, റിസ്ക് വേണ്ടാന്ന് വിചാരിച്ച് ഞാനാ ഓർഡർ ചെയ്തു. ആർക്ക് കയറാൻ? ഞാനാച്ചോ കയറാൻ. കാലാകാലം ഇങ്ങനെ തെങ്ങ് കയറി നടക്കാനാണോടാ അതിൻ്റെ പരിപാടി? ഇന്നാള് പട്ടാളത്തിൽ സെലക്ഷന് പോയിട്ട് എന്താടാ? അതൊന്നും ശരിയായില്ല ചോ. ആര് പറഞ്ഞടാ ശരിയായില്ലെന്ന്? അതായത് കണ്ടോ, എൻ്റെ കെയർ ഓഫ് അഡ്രസ്സിൽ ഇന്ന് പട്ടാളത്തിൽ നിന്ന് വന്ന ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററായത്. എടാ സെബാനെ, നിന്നെ പട്ടാളത്തിലെടുത്തു. അവനെ താഴെ നിർത്തടാ. ഇതുകൂടെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. മറ്റന്നാൾ ഇവിടുന്ന് പുറപ്പെടണം. 8-ാം തീയതി പൂനെയിലെത്താനുള്ളതാ. ജോലി കിട്ടിയ കാര്യം കേട്ട് ആദ്യം എല്ലാവരും കൈയടിച്ചെങ്കിലും ഞങ്ങളുടെ എല്ലാമായി മാറിക്കഴിഞ്ഞിരുന്ന മസ്താൻ പിരിയുന്നത് പെട്ടെന്ന് തന്നെ ഉള്ളിലൊരു നൊമ്പരമായി മാറി. പുറമേ പരുക്കനായി കാണപ്പെട്ടിരുന്ന പ്ലാവനാക്കുടി അച്ഛന് പോലും. പക്ഷെ ആരുമില്ലാതെ വളർന്ന മസ്താൻ്റെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു എന്ന വാസ്തവം ഉൾക്കൊള്ളാൻ താമസിയാതെ തന്നെ ഞങ്ങൾക്കായി. ഞാൻ കനവൊന്നു കണ്ടേ, കനവേ കുന്നിൻ മലമേലൊരു പൊന്നും കതിരു കണ്ടേ. സെബാൻ നാളെ പോകുന്നതിൻ്റെ വിഷമം പാടി തീർക്കുന്ന അവന്മാര്. ഇന്നൊരു ദിവസത്തേക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അച്ഛനും അങ്ങോട്ട് പോകണ്ട. കനവിലമ്മയും വന്നു ദൈവേ, വിലകാലേ ഞാൻ കണ്ട കനവിലെൻ്റെ അച്ഛനും വന്നു ദൈവേ. കാലേ വിലകാലേ ഞാൻ കനവൊന്നു കണ്ടേ. അച്ഛനും കൂടെ അവിടെ വരെ വേണ്ട അച്ഛൻ, സെബാൻ പോകുന്നത് എനിക്ക് കാണണ്ട. അച്ഛൻ ഇത് അവന് കൊടുത്താൽ മതി. സെബാനെ, പ്ലാവനാക്കുഴി അച്ഛന് നല്ല സുഖമില്ല. നിനക്കിത് തരാൻ പറഞ്ഞു. മസ്താൻ പോയത് 2 ദിവസത്തേക്ക് ഭക്ഷണം ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശ്യാമിനെ ബാധിച്ചത്. ട്യൂബ് ഫീഡിംഗ് ആയിരുന്നു ആശ്രയം. വിവരം അറിഞ്ഞെത്തിയ അച്ഛനോട് 2 പേരും കൂടുതൽ ഡൗൺ ആവാതിരിക്കാൻ ഇടയ്ക്കുള്ള വരവ് തൽക്കാലം വേണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി.
ശ്യാമിനെ തട്ടിയിട്ട് നിർത്താതെ പോയ കാറുകാരൻ്റെ വിവരം കിട്ടി. അവൻ്റെ നമ്പറിൽ വിളിച്ച ക്ലീറ്റസിനെ അവനെന്തോ ചീത്ത പറഞ്ഞു. അന്ന് മുതൽ അവനെ എങ്ങനെയും പോയി പൊക്കണമെന്ന് മാത്രമായിരുന്നു കുറേ പേരുടെ ചിന്ത. എടാ അന്നെ പറഞ്ഞു ഇവനെ എങ്ങനെ ആക്കിയ കോപ്പൻ അവക്കൊന്ന് നേരിട്ട് കാണണമെന്ന്. ഒരു കോപ്പിലെ റാലിക്കാരൻ വന്നേക്കണ്. ഇവൻ അവൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. ഫോണിൽ കൂടെ ശ്യാമിനോടൊന്ന് ക്ഷമ പറയാനല്ല തെണ്ടിയോട് പറഞ്ഞോളൂ. അതിനവന്റെ വായിന്ന് തന്തക്കി വിളിയും കേട്ടു. ചെറിയച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവന്മാരെ പൊക്കാൻ ഫുൾ ടീമിനെയും കൂട്ടി നമ്മുടെ ഒപ്പം വരാൻ. ആ എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ണാക്കന്മാരെ പോലെ കുത്തിയിരുന്നല്ല എങ്ങനെ ഇവനെ സംസാരിപ്പിക്കാൻ നിങ്ങൾ അത് ചെയ്യാം വിജയം എന്നുള്ള മയത്തിൽ ഇപ്പൊ പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അടിയുടെ കാര്യം ഉറപ്പല്ല. പിന്നെ അച്ഛന്മാരോടും പോലീസിനോടും ഞാൻ വേണം സമാധാനം പറയാം. എനിക്ക് പറയാനുള്ളത് ഞാൻ അവനെ പൊക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ശ്യാമിനൊരു ആവേശം ഉണ്ടാക്കാൻ പോകുമ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകാവുന്നത് ഗേൾസിന്റെ അഭിപ്രായമായിരുന്നു. പിന്നെ വൈകാതെ അടുത്ത ദിവസം തന്നെ ഒരു പടയങ്ങ് പുറപ്പെട്ടു. ഒരു പുത്തമ്മണക്കാരൻ്റെ മകനായിരുന്നു പ്രതി. വായനോട്ടം മദ്യപാനമായിരുന്നു അവന്റെ പ്രധാന കലാപരിപാടികൾ. ആരാ തന്റെ സാർ ഇവിടെ ഇല്ലേ? വലിയ മുതലാളിയും കൊച്ചമ്മയും കൂടെ കട്ടപ്പനയിൽ ഒരു കല്യാണത്തിന് വരിക. അവര് നാളെ വരുള്ളൂ. പ്രിൻസാറാവത്തൊരു മീറ്റിംഗിലാ. ചേട്ടാ ഇങ്ങ് വന്നേ. ഒരു കാര്യം പറയട്ടെ, വാ. എങ്ങോട്ട് ചേട്ടാ പകലടിക്കോ? പ്രിൻസാറേ ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ആടാ നീയൊക്കെ ഈ പോളിയോ പിടിച്ചവനെ തള്ളിക്കൊണ്ട്. എടാ പ്രിൻസേ, കഴിഞ്ഞ 1-ാം തീയതി നീയേ കള്ളും കുടിച്ച് റാലിക്കാരിൽ അഭ്യാസം കാണിച്ചപ്പോ പിടിച്ചതാ ഈ പാവത്തിന് പോളിയോ. നിങ്ങളാണല്ലോ എന്റെ വണ്ടി വർക്ക്ഷോപ്പുകൾ മുഴുവൻ കയറി തെണ്ടികൾ. അവസാനം എന്റെ നെഞ്ചത്തോടെ തന്നെ കയറാൻ വന്നേക്കുവാ. മക്കളെ, എന്റെ പോലീസിലെ രാഷ്ട്രീയത്തിലുള്ള പിടിപാടൊന്നും നിനക്കൊന്നും അറിയത്തില്ല കേട്ടടാ. അതുവരെ ക്ഷമിച്ചെന്ന് എല്ലാവരുടെയും സമനില തെറ്റിക്കുന്ന വർത്തമാനമായിരുന്നു അവൻ്റെ. പെൺകുട്ടികൾ ഉൾപ്പെടെ ഒരുവിധം എല്ലാവരും തന്നെ അവനെ നന്നായി പെരുമാറി. പിടിച്ചു മാറ്റാൻ ഓടി വന്ന അവന്റെ കൂട്ടുകാർക്കും കിട്ടി അത്യാവശ്യം. ചെറിയച്ഛന്റെ അധോലോക ടീമുകളും അവിടെ ചെന്ന് നന്നായി മുതലാക്കിയാണ് പോകുന്നത്. നിന്റെ സൂക്കേടിന് ചെറിയൊരു തട്ട് കിട്ടിയില്ലെങ്കിൽ പാവങ്ങൾക്ക് വഴി നടക്കാൻ പറ്റണ്ടാവും. അതാടാ തന്തയും തള്ളയില്ലാത്ത സമയം നോക്കി ഞാൻ പിള്ളേരെയും കൂട്ടി ഇറങ്ങിയത്. ഇനി നീ നിന്റെ ചെത്തുമായിട്ട് ഇറങ്ങിയ മോനെ പ്രിൻസേ, നിന്നെ ഞാൻ ചെത്തും. വാടാ പിള്ളേരെ. പൊന്നു മോനെ, ഹോസ്റ്റലിൽ പിള്ളേർ വിളിച്ചാലുള്ള നിന്റെ തെറിവിളി ഉണ്ടല്ലോ, വെച്ചേക്കില്ലടാ കേട്ടടാ. മതി വാ. അജുവിന്റെ പപ്പയും ചില വീട്ടുകാരും പിറ്റേന്ന് കാണാൻ വരുന്ന കാര്യം അവനോട് പറയാൻ കോട്ടയിലച്ഛൻ അനിലിനെ ഏൽപ്പിച്ചു. ആരെയും കാണാൻ ഒട്ടും താല്പര്യമില്ലായിരുന്ന അജു അവരെ ഒഴിവാക്കാൻ അന്ന് രാത്രി തന്നെ തൽക്കാലത്തേക്കെന്നും പറഞ്ഞ അമ്മാമാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ അവനെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവൻ വെളുപ്പിനെ അവൻ്റെ പാട്ടിന് പോയി. അറിഞ്ഞ ചരിത്രം വെച്ച് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞത് സ്വന്തം ഭാര്യയുടെ ജീവനാ. ഇവനൊക്കെ ഒറ്റയ്ക്കാകുമ്പോഴാണ് മനസാക്ഷി കുത്തളകുന്നത്. കാറുടമയെ വീട്ടിൽ കയറി തല്ലിയത് കേസായി. നടന്ന കാര്യങ്ങൾ അനിയുടെ അച്ഛനായ മിനിസ്റ്ററെ വിളിച്ചു പറഞ്ഞ കോട്ടയിലച്ഛൻ ഞങ്ങൾക്ക് തുണയായി. പക്ഷേ ഇതിനെപ്പറ്റി പറയാൻ അനിയെ വിളിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ മുഴുവൻ ആത്മവിശ്വാസവും കെടുത്തുന്നതായിരുന്നു. അന്ന് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ആ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈലാണ്. കണ്ടു നോക്ക്. ഈ ഫോൺ കിട്ടിയ വല്ലവന് ഇതിൻ്റെ കോപ്പി വെളി വിട്ടാൽ ലൈസൻസ് ഇല്ലാതെ പെൺകുട്ടി ബൈക്ക് ഓടിച്ചതും സെൽഫി എടുത്ത് കളിച്ചതും ആകെ പാട്ടാവും. കേസിൽ പെണ്ണ് തൂങ്ങുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഇൻഷുറൻസ് തുക പോലും ആ പാവം ചാക്കന് കിട്ടുന്ന കാര്യം ഡൗട്ടാണ്. ഭാഗ്യക്കേട് ശ്യാമിനെ വിടാതെ പിന്തുടർന്നു. അത് അവനും കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. ഹോസ്റ്റലിൽ നിന്ന് ചിലർ പിരിഞ്ഞു പോകുന്നത് കണ്ട് തൻ്റെ ഒപ്പം ഇനി എത്ര നാൾ ബാക്കിയുള്ളവരുണ്ടാകുമെന്ന് അവൻ വിഷമിച്ചിരിക്കാം. പക്ഷെ ഞങ്ങൾ വീണ്ടും അവൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാവുകയായിരുന്നു. പറ്റാവുന്ന എല്ലാ ദൈവങ്ങളുടെയും മുമ്പിൽ ഞങ്ങൾ അവനെ കൊണ്ടുപോയി. അവനെ പഴയ ശ്യാമാക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഒരിക്കൽ കയ്യാനക്കിന് ശേഷം വേറെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ കാണാൻ ഞങ്ങൾ വീണ്ടും പോയി. ഇത്തരത്തിൽ തളർന്നുപോയ ഇഞ്ചുറിക്കാർക്ക് ആക്സിഡൻറ്റിന് ശേഷമുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്നും അത് കഴിയുന്തോറും തിരിച്ചു വരാനുള്ള സാധ്യത കുറയുകയാണെന്നും മെഡിക്കൽ ഹിസ്റ്ററികൾ കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളോട് അദ്ദേഹം വിശദീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യത്തിൽ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന അറിവുകളായിരുന്നു ഡോക്ടർ പങ്കുവച്ചത്. പോരുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം സൂചിപ്പിച്ചു. ഒരു ശാസന പോലെ എന്താ പറഞ്ഞെന്നറിയോ? നിന്നൊരു രോഗിയായി കാണരുത്, കട്ടിലിൽ ഇങ്ങനെ കിടത്തരുതെന്ന്. എടാ, നിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടുപോകണം? എന്ത് കാഴ്ചകൾ കാണിക്കണം? എന്തെങ്കിലും ഒരു സൂചന പറ. അതെ, അന്ന് ഇവിടെ വന്ന അഞ്ജുനെ നിനക്ക് ഓർമ്മയുണ്ടോ? ആക്സിഡന്റ് പറ്റി കിടന്ന അവളെപ്പറ്റി ആ ഡോക്ടർ പറഞ്ഞതുപോലെ പ്രസിഡന്റിനെ കൊണ്ടുവരണോ? അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനെയോ സിനിമാ നടിയോ കൊണ്ടുവരണോ? അതും അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നിന്റെ ഫേവറിറ്റ് റഹ്മാനെ കാണണോ? ഈ ജാക്ക് കൊണ്ടുപോടാ അവിടെ. അതാണ് നിന്റെ സുഹൃത്തുക്കൾ. അല്ല, അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ? വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കാൻ പോയിരിക്കുക. ഓക്കെ ഏട്ടാ, പോയിട്ട് വരട്ടെ. ചെന്നൈ കൊണ്ടുവന്നൊരു ആവേശത്തിന് കുഞ്ചാക്ക വെറുതെ പറഞ്ഞാണെങ്കിലും
പക്ഷേ അതിൽ ചില സാധ്യതകളുണ്ട് നിങ്ങൾ തിരിച്ചറിയും. അവൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ നേരിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും അവനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഡോക്ടറിൻ്റെയും അഭിപ്രായം. കോളേജ് മാനേജ്മെൻറ്റും അതിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ വലിയ ലക്ഷ്യത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങി. പൂർണ്ണമായും അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാം. എന്തെങ്കിലും ഉറപ്പായിട്ട് മതി ശ്യാമിനോട് കാര്യം പറയുന്നതെന്ന് കരുതി അവനെ മാത്രം ഈ ശ്രമം അറിയിച്ചില്ല. ഇതിനായി ചെന്നൈയിൽ ആരെ സമീപിക്കണം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അവൻ്റെ മ്യൂസിക് കണക്ഷൻ വഴി ഒരു ചെറിയ പിടിവള്ളി കിട്ടി. അങ്ങനെ ഒരു വിനോദയാത്ര എന്നുള്ള പോലെ ഞങ്ങൾ ചെന്നൈക്ക് പുറപ്പെടുകയായിരുന്നു. ചെന്നൈ ട്രിപ്പ് ഞങ്ങൾ പണ്ട് ഒരുമിച്ച് നടത്തിയിട്ടുള്ള യാത്രകൾ അതേ അനുഭവമാക്കാൻ പരമാവധി ശ്രമിച്ചു. രാത്രിയോടെ അനിലിൻ്റെ ബന്ധുവായ സന്ദീപിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അനിയുടെ കസനായ സന്ദീപിൻ്റെ വീട്ടിൽ തങ്ങിയ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ സഞ്ജുവിൻ്റെ ഫ്രണ്ടായ സേതുവിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നു. വലിയ പ്രതീക്ഷയോട് പോയ പരിചയപ്പെടാൻ അല്പം മാത്രമേ കാത്തു നിൽക്കേണ്ടി വന്നുള്ളൂ. ഹായ്, ഇതാണ് വിനീത്. ഞാനെന്നല്ലേ പറഞ്ഞ സോനു. ഹായ് ഹാരിസ്. ഓക്കെ സഞ്ജു, നിങ്ങൾ ഇന്നലെ വന്നു അല്ലേ? എന്നോട് സേതുട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ റൊമാൻസറായിട്ട് എനിക്ക് നേരിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല. അദ്ദേഹത്തിൻ്റെ മാനേജർ എനിക്കങ്ങനെ പരിചയവുമില്ല. പക്ഷെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റിയേക്കും. ആ വഴി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പുള്ളി ബിസിയാണോന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് രാത്രി വിളിക്കാം. ഓക്കെ ശരി. ഏതായാലും നിങ്ങൾ അവനെ ഇത്ര എത്തിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഒന്നും ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ശരിയാവും. ഓക്കെ ശരി. ഹെൽപ്പ് ചോദിക്കാമെന്ന് വിനീതേട്ടൻ പറഞ്ഞത് റഹ്മാൻ സാറുമായി അടുത്ത് പരിചയമുള്ള ഡയറക്ടർ ഗൗതം മേനോൻ സാറിനോടായിരുന്നു. സാറിൻ്റെ ചിത്രങ്ങളിലെ റഹ്മാൻ സോങ്സ് പലതും ശ്യാമിൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു. പക്ഷേ കാര്യങ്ങളുടെ പുരോഗമനം ശ്യാമിനെ മാത്രം അറിയിക്കാതെ അവൻ്റെ മുമ്പിൽ ഞങ്ങൾ ഓരോ നേരം പോക്കുകളായി അവതരിപ്പിച്ചു. ഞങ്ങളുടെ സ്ഥിരം ടൂർ പോലെ. ഭാഗ്യത്തിന് പിറ്റേന്ന് ഗൗതം സാർ അനുവദിച്ചു തന്നൊരു മീറ്റിംഗിൽ അല്പം ടെൻഷനോടെയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും വി കെയിം ഫ്രം ബസ്. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചോളൂ. ഐ കൻ മാനേജ്. ഐ ട്രൈ. താങ്ക് യു സർ. ശരിക്കും ശ്യാം ഒരു ഭയങ്കര മ്യൂസിക് ലവറാണ്. പ്രത്യേകിച്ചും റഹ്മാൻ സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്തെങ്കിലും ഞാൻ ചെന്നൈ പോയി ഇദ്ദേഹത്തെ കാണും. ഒന്നും നടന്നില്ലെങ്കിൽ പുറത്തുനിന്ന സ്റ്റുഡിയോ എങ്കിലും. പിറ്റേന്ന് വിദേശത്തൊരു ഷൂട്ടിങ്ങിന് പോകേണ്ട തിരക്കുണ്ടായിട്ടും ഞങ്ങളെ കാണാൻ സന്മനസ് കാണിച്ച അദ്ദേഹത്തോട് നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. സോ നിങ്ങളുടെ അറ്റംപ്റ്റ് ഒരു പക്ഷേ ശ്യാമിന് ഗുണം ചെയ്തേക്കാമല്ലേ? സാർ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേ അവൻ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ ഡോക്ടറിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ ഡിഫ്യൂസ് ആക്സിഡൽ ഇഞ്ചുറി ഉള്ളവർക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് താനും. നോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് റഹ്മാൻ സാറിൻ്റെ തിരക്കും സ്കെഡ്യൂളും അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിരക്കിട്ട് നടത്താവുന്നതല്ല. അറിയാം സർ. പക്ഷേ ഞങ്ങളുടെ ഈ തിരക്കിൻ്റെ പിന്നിൽ ഒരേ കാര്യമുള്ളൂ. മെഡിക്കൽ ഹിസ്റ്ററി പ്രകാരം ഇത്തരക്കാർ 18 മാസത്തിനുള്ളിൽ സംസാരശേഷി വീണ്ടെടുത്തില്ലെങ്കിൽ പിന്നീട് അതിനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. ഓക്കെ. എവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നത്? ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സാർ, ECR. ഓക്കെ. അപ്പം അതിനറിയോ നിങ്ങൾ റഹ്മാൻ സാറിനെ കാണിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? ഇല്ല, ഞങ്ങളൊരു ടൂറാന്നും പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. സോ പറ്റിയാൽ റഹ്മാൻ സാറിനെ കാണണം, അല്ലെങ്കിൽ സ്റ്റുഡിയോയെങ്കിലും അവിടെ കാണിക്കണം. അതെ സാർ. അല്ലേ? നോക്കാം. ഐ ട്രൈ മൈ ബെസ്റ്റ്. എനിക്ക് ഒരു ദിവസം ടൈം തരൂ. താങ്ക് യു സർ. നോ ഫോർമാലിറ്റീസ്. നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ലക്ഷ്യം നന്മയുള്ളതായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഏതായാലും ചെന്നൈ വന്നതല്ലേ, പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ശ്യാമിനെ കൊണ്ടുപോയി കാണിക്കുക. ലെറ്റ് ഹിം ഓൾസോ എൻജോയ് ചെന്നൈ. ഓക്കെ സർ. ബാക്കിയുള്ളവരെല്ലാം പോയിരിക്കണം കറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നൈസ് മീറ്റ് യു സർ. താങ്ക് യു സർ. ഇടയ്ക്കൊരു സമയത്ത് ഞങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഫോൺ കോൾ വൈകുന്നേരത്തിനുള്ളിൽ 2 അറിയാം. അതുവരെ വെയിറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഞങ്ങളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. രാത്രി വൈകി ഗൗതം സാർ വീണ്ടും വിളിച്ചു. റഹ്മാൻ സാർ 2 ദിവസം മുമ്പ് US പോയെന്ന സങ്കടവാർത്ത അറിയിക്കുവാനായിരുന്നു അത്. പക്ഷേ ശ്യാമിൻ്റെ രണ്ടാമത്തെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം ശരിയാക്കിയിരുന്നു. അതിനായി പിറ്റേന്നെത്തേണ്ട സ്ഥലവും അദ്ദേഹം പറഞ്ഞു തന്നു. രാവിലെ പുറപ്പെടുമ്പോഴും എങ്ങോട്ടെന്നോ എന്തിനെന്നോ ഒരറിവുമില്ലാതിരുന്നയാൾ ശ്യാം മാത്രമായിരുന്നു.
തൻ്റെ സംഗീത ദൈവത്തിൻ്റെ മിക്കവാറും ഹിറ്റ് പാട്ടുകൾ പിറന്ന ആ സ്റ്റുഡിയോ സ്വപ്നലോകത്തെത്തിയ മട്ടിലായിരുന്നു ശ്യാം കണ്ടത്. നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെങ്ങും ആ വലിയ കലാകാരൻ്റെ സാമീപ്യം അവനോടൊപ്പം ഞങ്ങളും അനുഭവിച്ചറിഞ്ഞു. റഹ്മാൻ സാറിൻ്റെ എല്ലാ ഗാനങ്ങളും ഹൃദയസ്ഥമാക്കിയിരുന്ന ശ്യാം സ്റ്റുഡിയോ സ്റ്റാഫ് കാണിച്ച ദൃശ്യങ്ങൾക്കൊപ്പം ചുണ്ടനക്കിയിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. അത്രയും വികാരതീവ്രമായിരുന്നു അവിടെ താൻ സാധിച്ചു ഓർത്ത അവൻ്റെ ഭാവങ്ങൾ. രണ്ടു ദിവസം മുമ്പേ വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ നേരിൽ കണ്ട് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കാമായിരുന്നെന്ന ദുഃഖം ഉള്ളിലുയർന്നെങ്കിലും ഈ അവസ്ഥയിലിരിക്കുന്ന ഞങ്ങളുടെ ശ്യാമിന് നൽകാവുന്ന ഏറ്റവും ഹൃദ്യമായ കാഴ്ചകൾ സമ്മാനിച്ചു എന്ന ചാരിതാർത്ഥ്യവുമായാണ് ഞങ്ങൾ അവിടം വിട്ടിറങ്ങിയത്. ശ്യാം, ഈ വർക്ക്ഷോപ്പിലെയും വീൽ ചെയറിലെയും അവസ്ഥ സെയിമാണ്. നമ്മുടെ തകരാറ് എന്താണോ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഓടിത്തുടങ്ങണം. അതിപ്പോൾ വണ്ടിയാണെങ്കിലും നമ്മളാണെങ്കിലും. മെക്കാനിക്കളെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഈ കൂട്ടുകാർക്ക് ഇനിയിപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പ്രതീക്ഷ. ഇങ്ങനെ ഓരോന്ന് നേരി കാണുമ്പോഴാണ് ശരിക്കും ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളെപ്പോലത്തെ നല്ല സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. നിങ്ങൾ പൊളി മച്ചാന്മാരാണ്ടോ, അടിപൊളിയാണ്. സത്യം പറഞ്ഞ അന്നത്തെ ബാംഗ്ലൂർ യാത്ര ഞാൻ കാറിലാക്കിയത് കോയമ്പത്തൂരിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. വഴിക്ക് വെച്ച് വണ്ടിക്ക് പണിയിട്ട് ഞാൻ ഡെസ്പ് അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളെ കണ്ടത്. പക്ഷെ ഇപ്പോൾ തോന്നുന്നു വണ്ടിക്ക് പണി കിട്ടിയതും പണി കിട്ടിയ വണ്ടി ഇവിടെ ഇട്ട് ടാക്സി വിളിച്ച് പോകാതിരുന്നൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇല്ലെങ്കിൽ വൻ മിസ്സായിപ്പോ തന്നെ. ഞങ്ങൾക്കും തിരിച്ച് അങ്ങനെ തന്നെയാ തോന്നേ, അല്ലടാ? അല്ല, നിങ്ങളിൽ ഒരാൾ മിസ്സിംഗ് ആണല്ലോ, നമ്മുടെ മിനിസ്റ്ററുടെ മോൻ. അനി. അവൻ ചെന്നൈയിൽ തങ്ങി. അവന്റെ കസിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ അത് കഴിഞ്ഞവൻ നാളെ മടങ്ങും. ഓക്കെ, ശരിക്കും താങ്ക്സ് പറയേണ്ടത് ജോസേട്ടനോടാണ്. പഴയൊരു പരിചയം വെച്ച് വിളിച്ചപ്പോഴത്തേക്കും പുള്ളി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വർക്ക്ഷോപ്പൊക്കെ തുറന്ന് നമ്മുടെ വണ്ടികൾ ശരിയാക്കി തന്നേന്. പുള്ളി തൊടുപുഴക്കാരനാണ്, പക്ഷേ ഇവിടെ ചെറിയ ഓർഡർ സെറ്റപ്പ് ഒക്കെ. ചേട്ടാ വേറെ വണ്ടി എന്തായി? അധികം വൈകില്ല, കഴിയാറായി. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ശ്യാം.